السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ربي أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل اللهم اجعل القرآن ضياء لصدورنا وشفاء لأمراضنا وجلاء وبهاء لأحزاننا يا رب العالمين. نعيب زماننا والليب فينا نعيب زماننا والليب فينا وما لزماننا عيب سوانا. ഏറ്റവും ബഹുമാനാദരവുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പയമ്പള്ളി അബൂബക്കർ സാഹിബ് അവറുകളെ, ബഹുമാന്യനായ സുഹൃത്തും ഈ മഹത്തായ യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത ബഹുമാന്യനായ അക്ബർ സഅദി ഉസ്താദ് അവറുകളെ, കൂടാതെ സ്റ്റേജിൽ ഉപവിഷ്ടരായ ആലിമീങ്ങളെ, ഈ മഹത്തായ സംരംഭത്തിന്റെ സംഘാടക പ്രമുഖരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സദസ്സിൽ സമ്മേളിച്ചിട്ടുള്ള ഇൽമിന്റെ അഹ്ലുകാരായ ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, പ്രായം ചെന്ന സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികളെ, ഉമ്മ പെങ്ങന്മാരെ, മറ്റു ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈ കൂടലും പിരിയലും അവന്റെ റിളയിലും പൊരുത്തത്തിലുമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും റാഹത്തിലും സന്തോഷത്തിലും ജീവിതം നയിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെയും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ ഈ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൽ അല്ലാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുന്ന മുത്തഖീങ്ങളിൽ സാധുക്കളായ നമ്മളെല്ലാവരെയും അല്ലാഹു തആല പെടുത്തി തരുമാറാകട്ടെ. നമ്മളിൽ രോഗികളായി കഴിയുന്ന മുഴുവൻ ആളുകളുടെയും അസുഖങ്ങൾ അല്ലാഹു തആല അത്ഭുതകരമാവണ്ണം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മരണമടഞ്ഞ് ആറടി മണ്ണിൽ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സഹോദരി സഹോദരന്മാർ അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ഖബറിടം പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് പടച്ച റബ്ബ് നന്നാക്കി തീർക്കുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മീയത അലങ്കാരമാണ് എന്നതാണ് ഈ പ്രാവശ്യം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുഖമുദ്ര. ഈ ഒരു മോട്ടോ, ഈ ഒരു മുദ്രാവാക്യം തന്നെയാണ് പരിശുദ്ധ റമളാനിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. അല്ലാഹു തആല പരിശുദ്ധമായ റമളാനിന്റെ യഥാർത്ഥ ഉദ്ദേശ്യ പ്രാപ്തി ലഭിച്ച മുത്തഖീങ്ങളിൽ നമുക്കിടം നൽകുമാറാകട്ടെ.
മഹാനായ സയ്യിദുന ത്വൽഹത്ത് റളിയല്ലാഹു തആല ഒരു കഥ പറയുന്നു സഹാബത്തെ കിറാമിനോട്. ഒരു സ്വഹാബി വര്യൻ അദ്ദേഹം ഔറത്ത് മറക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുട്ടുപൊക്കിളിന്റെ ഇടയിലാണ് ഒരാണിനെ സംബന്ധിച്ചിടത്തോളം. ആ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം മാത്രം മറച്ചുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ അറേബ്യൻ സൈകത ഭൂമിയെക്കുറിച്ച് നമുക്കാരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അമ്മാതിരി ചൂടാണ്. ചുട്ടുപൊള്ളുന്ന സൂര്യൻ തലക്കുമീതെ ഉദിച്ചു നിൽക്കുന്ന അറബ് രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള അറബ് രാജ്യത്തിന്റെ ചൂടിന്റെ കാഠിന്യം നമുക്കറിയാം. ആ ചൂട് വല്ലാതെ കൊണ്ട് ശക്തമായി പഴുത്തിരിക്കുന്ന മണല്, ആ മണലിന്റെ പുറത്താണ്, മണൽപ്പരപ്പിലാണ് ഈ സ്വഹാബി വര്യൻ തന്റെ ശരീരം ഔറത്ത് മാത്രം മറച്ചുകൊണ്ട് ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്നെല്ലാം വസ്ത്രം ഒഴിവാക്കിയിട്ട് കടന്നുരുളുകയാണ്. ആ സ്വഹാബി ഇങ്ങനെ ഉരുളുമ്പോൾ അദ്ദേഹം പറയുന്നു, വനാറു ജഹന്നമ അശദ്ദു ഹർറാ ذوقي ونار جهنم أشد حرا. എന്റെ ശരീരമേ, നീ രുചിച്ചു കൊള്ളുക, നീ ടേസ്റ്റ് ചെയ്തു കൊള്ളുക. വനാറു ജഹന്നം അശദ്ദു ഹർറാ, ഈ മണലിന്റെ ചൂട് നീ നന്നായി അനുഭവിക്കണം. കാരണം നാളെ ഇതൊന്നുമല്ല, ഇതിന്റെ 70ഓളം ഇരട്ടിയുള്ള ചൂട് അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ വരാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടത്തെ ഈ ചൂടിന്റെ കാഠിന്യം ഒന്ന് നീ രുചിച്ചറിയണം ശരീരമേ. ലൂഖി വനാറു ജഹന്നം അശദ്ദു ഹർറാ അജീഫത്തും ബില്ലൈൽ വബത്താലത്തും ബിന്നഹാർ. അജീഫത്തും ബില്ലൈൽ, രാത്രികാലങ്ങളിൽ ശവം പോലെ കിടന്നുറങ്ങുകയല്ലേ നീ? നിനക്ക് തഹജ്ജുദുണ്ടോ? നിനക്ക് മറ്റെന്തെങ്കിലും ഇബാദത്തുണ്ടോ? നിനക്കൊരു പണിയുമില്ല, ഒരു ഏർപ്പാടുമില്ല. അള്ളാഹുവിനെ ഓർമ്മിക്കണമെന്നോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി അതിന്റെ പേരിൽ പശ്ചാത്തപിച്ച് മടങ്ങണമെന്നോ ചിന്തയില്ലാതെ രാത്രിയിൽ കടന്നുറങ്ങുന്ന ചത്ത ശവം പോലെ കഴിയുന്ന ശരീരമേ, അജീഫത്തും ബില്ലൈൽ വബത്താലത്തും ബിന്നഹാർ. ബത്താല എന്ന് പറഞ്ഞാൽ റൗഡി, തനി തെമ്മാടിയാണ്. പകൽ സമയങ്ങളിൽ നീ തെമ്മാടിയാണ്, രാത്രി സന്ദർഭങ്ങളിലോ നീ വല്ലാതെ ശവം പോലെ കിടന്നുറങ്ങുകയാണ്, പകലിൽ നീ റൗഡിയുമാണ്. ഈ രംഗം ഉറച്ചപ്പുറത്ത് നിന്ന് മരത്തിന്റെ ചുവട്ടിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വേദനാജനകമായ തന്റെ സ്വന്തം ശരീരത്തെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്വഹാബിനെ കണ്ടപ്പോൾ ആ സ്വഹാബിനോട് ചോദിക്കുന്നു, എന്തേ പ്രിയപ്പെട്ട സഹോദര? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, വലബത്നി നഫ്സി യാ റസൂലല്ലാഹ്, എന്റെ ശരീരത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല നബിയേ. എന്റെ ശരീരം അത് തെറ്റുകളിലേക്ക് പിന്നെയും വല്ലാതെ പോകുന്നു നബിയേ. എനിക്കത് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു യാ റസൂലല്ലാഹ്. അപ്പൊ പുണ്യ നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം തകുല്ലക ബുദ്ദുൻ മിനല്ലദീ സനഅത്, നീ ചെയ്തത് നിനക്ക് വേറെ പണി ഉണ്ടായിരുന്നുവല്ലോ. അല്ലാഹുവോട് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ, ഞാൻ ചെയ്ത എല്ലാ ദോഷത്തിൽ നിന്നും അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പറഞ്ഞു അല്ലാഹുവിനോട് മഗ്ഫിറത്ത് നടത്താമായിരുന്നില്ലയോ നിനക്ക്? നീ എന്തിനാണ് ഇങ്ങനെ നിന്റെ ശരീരത്തെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്വഹാബിയുടെ മറുപടി, അല്ലാഹുവിലേക്ക് ഞാൻ വിലയം പ്രാപിക്കുകയാണ്, എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുകയാണ് നബിയേ. അപ്പോഴാണ് പുണ്യ നബി സ്വഹാബത്തിനോട് പറയുന്നത്, തസവ്വദൂ മിൻ അഖീകും, ഇങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കണം. തസവ്വദൂ മിൻ അഖീകും, ഈ സുഹൃത്തിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. ഈ സുഹൃത്തിന്റെ പോലെ മനസ്സ് നിങ്ങൾക്ക് വേണം. നമ്മളും ഒരുപാട് തെറ്റ് ചെയ്തവരാണ്. ഇത് മഗ്ഫിറത്തിന്റെ 10ന്റെ വളരെ വിലപ്പെട്ട ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഏറി വന്നാൽ ഒരാഴ്ച ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ പരിശുദ്ധമായ റമളാനിന്റെ 1ാമത്തെ 10, ആദ്യത്തെ 10 നമ്മളോട് വിട പറഞ്ഞു പോയി. ഈ 2ാമത്തെ 10 മഗ്ഫിറത്ത് വിട പറയുമ്പോഴേക്കും ഒരാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. ഒരുങ്ങാനുള്ള സമയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പാപ
പാപമോചനം എന്ന് പറയുന്നതിന് ചരിത്രത്തോളം പഴക്കമുണ്ട്. മനുഷ്യന്റെ ഉൽപ്പത്തിയോളം അല്ല, ഭൂമിയുടെ സൃഷ്ടിപ്പിനോളം പഴക്കമില്ലേ അള്ളാഹുവിനോട് പാപമോചനം അർത്ഥിക്കുക എന്ന് പറയുന്നതിന്. നമുക്കറിയാലോ, പരിശുദ്ധ കഅബാലയത്തിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോയ ആളുകൾ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. പരിശുദ്ധമായ കഅബയെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കഅബയെ തവാഫ് ചെയ്യുമ്പോൾ ഉംറയ്ക്ക് വേണ്ടി പോയിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ ആ കഅബയെ ചെന്നുകൊണ്ട് ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി തവാഫ് നമ്മൾ ആരംഭിച്ച് 7 എണ്ണം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട വലിയൊരു ചിന്തയെന്ന് പറഞ്ഞാൽ, ഇത് സയ്യിദുനാ അബൂന അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തിന്റെ പിതാവാണ്. മാനവിക കുലത്തിന്റെ, മാനവിക സംസ്കൃതിയുടെ ആദ്യത്തെ പിതാവാണ് സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ആദ്യമായി ഈ ഭൂമി ലോകത്ത് വെച്ച് പറഞ്ഞ വാക്കെന്താണ്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് വെറുത്തു വരുന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് മാഫാക്കി തന്നിട്ടില്ലെങ്കിൽ അത് പുറത്തു തരാൻ വേറെ ആരാണ്? റബ്ബനാ ളലംനാ അൻഫുസനാ. അല്ലാഹുവേ, സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിച്ചു പോയി അല്ലാ, അതിക്രമം ചെയ്തു പോയി റബ്ബേ. ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തന്നിട്ടില്ല എങ്കിൽ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുന്നില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവേ ലനകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടുമായിരുന്നു അല്ലാഹു നമ്മളെ ഖാസിരീങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമയം ഇത് മഗ്ഫിറത്തിന്റെ 10ന്റെ വിലപ്പെട്ട, നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ നാവിൻ തുമ്പത്തിന് അറിയാതെ നിങ്ങൾ ചൊല്ലിക്കോളി, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങൾ വിട്ടുപുറത്ത് മാഫാക്കി തീർക്കുമാറാവട്ടെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കുന്ന വലിയൊരു തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം അല്ലാഹു തആല ഈ ഭൂമിയെ കുറിച്ച് പറഞ്ഞത് വൽ അർള വലഅഹാ ലിൽ അനാം, ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചു എന്ന് തന്നെയാ. മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ച ഭൂമി, ഈ ഭൂമിയിലേക്ക് പിന്നെ മനുഷ്യൻ വരണ്ടേ? ഇല്ലെങ്കിൽ ഇത് വേക്കന്റ് ആവില്ലേ? ഇത് കാലിയായി പോവില്ലേ? ഭൂമി മനുഷ്യന് വേണ്ടി സംവിധാനിച്ചതാ, ഭൂമി മനുഷ്യന് വേണ്ടി സംവിധാനിച്ചതാ. അപ്പൊ ഈ ഭൂമിയിലേക്ക് മനുഷ്യന്മാർ വരണം. ഈ മനുഷ്യന്മാരുടെ ഏറ്റവും തുടക്കത്തിലുള്ള ആളാണ് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. അത് അള്ളാന്റെ അസലിയായ തീരുമാനമാണ്. ഖുർആൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിന് തെറ്റ് ചെയ്തു എന്ന് അർത്ഥം വെക്കണ്ട. ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറൽ അസീസ് അങ്ങനെ അർത്ഥം വെക്കുന്നവരെ ആട്ടി ഓടിക്കുമായിരുന്നു. അസ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു എന്ന് അർത്ഥമാക്കാൻ പറ്റില്ല. മഅസൂമിങ്ങളാണ് അമ്പിയാക്കൾ. അല്ലാഹു തആല നമുക്ക് നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നബി തെറ്റ് ചെയ്തല്ല, അള്ളാഹു തോന്നിപ്പിച്ചിട്ടുണ്ടാവും, എന്തോ ആവട്ടെ. ഏതായാലും അവർ താഴേക്ക് ഇറങ്ങി. ആ ഇറങ്ങിയ സന്ദർഭം ഓർമ്മിച്ചു നോക്കണേ. ഒരൊറ്റ ചെറിയ തെറ്റാണല്ലോ ചെയ്തു പോയത്. ഒരു പഴങ്കൊള്ള അടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആദം നബി താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ട് കരയുകയാണ്. فليضحكوا قليلا وليبكوا كثيرا. കുറച്ച് മാത്രം നിങ്ങൾ ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ. ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെയായിരുന്നു. വളരെ കുറച്ചേ ചിരിക്കാറുള്ളൂ. ആ ചിരിക്കുന്ന ചിരിയൊക്കെ വളരെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ഉണ്ടാകാറുള്ളൂ. നമ്മളെ മാതിരി എപ്പോഴും വല്ലാണ്ട് ഇളിക്കുകയും ചിരിക്കുകയും കോമാളിച്ചിരി ചിരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നില്ല. അത് ഇൽമു കൂടുമ്പോൾ ഖൗഫ് ഉണ്ടാകും, ഖൗഫ് ഉണ്ടാകുമ്പോൾ അമല് കൂടും. അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകതയാണിത്. കണ്ണിയത്ത് ഉസ്താദൊക്കെ ശ്വാസം വലിച്ചിരുന്നത് അല്ലാഹ്. എന്തേ കാരണം? അത് അള്ളാഹു മനസ്സിലേക്ക് ഇങ്ങോട്ട് കയറി കൂടിയത് കൊണ്ടാണ് അല്ലേ? അല്ലാഹ് എന്ന ആ വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ പോലും, അതിന്റെ ഉച്ചാരണം പോലും അങ്ങനെയാണ്. കണ്ടില്ലേ? മേലോട്ട് അല്ലാഹ് എന്ന് വലിക്കുക, ബ്രീത്ത് ഇൻ, പിന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അല്ലാഹു, അതിന്റെ ഉച്ചാരണം ഓ മൈ ഗോഡ്, ഈശ്വര, കർത്താവേ, ഭഗവാനെ എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ കിട്ടൂല. ഇനി ഒരാള് ജീവൻ പോവാണ്,
കണ്ടുപിടിച്ചു അസ്രായിൽ. മാഷാ അല്ലാഹ്. അതിന്റെ കൃത്യമായ പ്രൊനൗൺസിയേഷൻ പോലും അങ്ങനെയാണ്. അല്ലാഹ് മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് അല്ലാഹു എന്നായാൽ അവൻ സ്വർഗ്ഗത്തിൽ കടക്കുമല്ലോ. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. ഇവിടെ നോക്കൂ നിങ്ങൾ, സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം വന്നിട്ട് കരച്ചിലാണ്, വല്ലാണ്ട് കരയുന്നു. ഹദീസിൽ കാണാം 100 കൊല്ലം കരഞ്ഞു, അല്ല 200 കൊല്ലം കരഞ്ഞു, അതുമല്ല 300 കൊല്ലം കരഞ്ഞു എന്ന് കാണാം. അതിൽ ഏറ്റവും ചെറിയ 100 കൊല്ലം എന്ന കണക്ക് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ 100 കൊല്ലം ഒരാള് ഒരു ചെറിയ തെറ്റ് ചെയ്തതിന്റെ പേരിൽ കരയുന്നു. അല്ലാഹ്, എന്തൊരു മാത്രം വലിയ തൗബയായിരിക്കും അത്! എത്ര വലിയ തൗബയാണത്! 100 കൊല്ലം ഒരാൾ കരഞ്ഞാൽ ആ കരച്ചിലിന്റെ ആന്തരികതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ആന്തോളനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, മനസ്സിന്റെ പരിവർത്തനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അല്ലാഹു എന്ന ബോധത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ. ആദം നബി അലൈഹിസ്സലാം കരഞ്ഞ് അവിടുത്തെ കണ്ണിനീര് ഭൂമിയിൽ ഇറ്റി ആ ഇറ്റിയ സ്ഥലത്ത് അവിടുത്തെ മണ്ണും ഈ കണ്ണിനീരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇഞ്ചി ഉണ്ടായത് എന്ന് ചരിത്രത്തിലുണ്ട്. ഊതിന്റെ അത്തറും ആ മരമുണ്ടായത് എന്ന് ചരിത്രത്തിലുണ്ട്. സാൻഡൽവുഡ് എന്ന് പറയുന്ന ചന്ദന മരത്തിന്റെ പിറവി അങ്ങനെയാണെന്ന് ചരിത്രത്തിൽ കാണാം. ആദം നബിന്റെ കരച്ചിലിന്റെ ആ ഊക്ക് എത്ര ശക്തമായിരിക്കും! ആദം നബിയുടെ കരച്ചിൽ കൊണ്ട് മണ്ണിൽ മിക്സായി അവിടെ നിന്ന് ഈ മരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇറച്ചി വേവിക്കുമ്പോൾ, ഇറച്ചി പാചകം ചെയ്യുമ്പോൾ ഇഞ്ചി ഇടാതെ നമുക്ക് കഴിയില്ല. ആ ഇഞ്ചിയുടെ പിന്നിൽ ചരിത്രമുണ്ട്. ഇതൊരു പാപമോചനത്തിന്റെ കരച്ചിലാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഈ കരച്ചിൽ ശക്തമായപ്പോൾ അല്ലാഹു പറഞ്ഞതാണ്, ആദമേ, നിനക്ക് കരയാൻ, നിനക്ക് സങ്കടം ബോധിക്കാൻ ഒരു സ്ഥലം ഈ ഭൂമിയിൽ ഞാൻ നിർമ്മിച്ചു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ wudi'a ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതും ബൈനാതും മഖാമു ഇബ്രാഹിം. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ കഅബാലയം ഇന്ന അവ്വല ബൈതിൻ wudi'a ലിന്നാസ്, ഇത് ഇബ്രാഹിം നബി റിനോവേഷൻ ചെയ്തു എന്ന് മാത്രം. ഇതിന്റെ നിർമ്മാണം നടന്നത് ആദ്യ പിതാവായ ആദം നബിയുടെ കാലത്തു തന്നെ. ആദം നബിക്ക് കരയാൻ, അവിടുത്തെ തൗബ ചെയ്ത, അവിടുന്ന് തൗബ ചെയ്യാൻ, അവിടുത്തെ മഗ്ഫിറത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാൻ അല്ലാഹു ഉണ്ടാക്കിയതാണ് പരിശുദ്ധ കഅബാലയം. അതാണ് ഇന്ന അവ്വല ബൈത്തിൻ എന്ന് പറയാൻ കാരണം. ഇബ്രാഹിം നബിന്റെ കാലം മുതലാണെങ്കിൽ അവ്വല ബൈത്ത് ആവില്ലല്ലോ. ആദ്യത്തെ വീട് മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചു എന്നാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏറ്റവും ആദ്യത്തെ വീട് കണ്ടില്ലേ, സങ്കടം പറയാനാണ്. ഏറ്റവും ആദ്യത്തെ വീട് സങ്കടം പറയാനാണ്. അവിടെ വന്നുകൊണ്ട് സങ്കടം പറഞ്ഞു ആദം നബി അലൈഹിസ്സലാമും ഇന്ന് വരെയുള്ള മുഴുവൻ ആളുകളും. ഇനി ഒരൊറ്റ കാര്യം ചിന്തിക്കണം, ഈ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന്റെ പിന്നിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് എഞ്ചിനീയർ. അതിന്റെ നിർമ്മാണം അവിടെ വേണമെന്ന് പറഞ്ഞത് ജലീൽ അഥവാ അല്ലാഹു ജല്ല ജലാലു. ഹദീസിൽ കാണാം ജലീൽ, ആമിറു അതിനെ കൽപ്പിച്ചത് ജലീലാണ്. ബാനി അതുണ്ടാക്കിയത് ഹസ്രത്ത് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബിയാണ്. മുഹന്ദിസുഹു അതിന്റെ ജിബ്രീൽ, അതിന്റെ സിവിൽ എഞ്ചിനീയർ, ഈ കഅബാലയത്തിന്റെ സിവിൽ എഞ്ചിനീയർ സയ്യിദുനാ ജിബ്രീൽ. സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുക, ഈ കഅബാലയത്തിന് എന്തിനാ ഇത്ര വലിയ എഞ്ചിനീയറിംഗ് പാടവം? കാരണം ആകെ ഒരു 4 മൂലൊപ്പിക്കാണ്ട്. ഇതിനിപ്പോ എന്തിനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കേൾപ്പിക്കേണ്ട കാര്യമല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം ഇതിന്റെ എഞ്ചിനീയർ ആണെന്ന് ഹദീസിലുണ്ട്. ആ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് അതിന്റെ പിന്നിൽ മറ്റൊരു വലിയ കഥയുണ്ട്. ഈ കഅബയുടെ മൂലയൊപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം കേവലം ആ കഅബ നിലകൊള്ളുന്ന മസ്ജിദുൽ ഹറമിന്റെ ഉള്ളിൽ മാത്രമല്ല, ഈ ഹറമിന്റെ ഉള്ളിൽ മാത്രമല്ല, ഇതിന്റെ 4 മൂലയുണ്ടല്ലോ, ഇത് ഒപ്പിക്കുന്നത് 7ാം ആകാശത്തിലുള്ള ബൈത്തുൽ മഅമൂറുമായിട്ടാണ്. അപ്പൊ പിന്നെ ഒരു നൂലേഴ തെറ്റിയിട്ടില്ല, വാട്ടർ ലെവൽ തെറ്റിയിട്ടില്ല. ഏറ്റവും മുകളിലുണ്ട് 7ാം ആകാശം. അവിടേക്ക് ചെന്ന് നോക്കിയാൽ ഈ കഅബാലയം
ഇങ്ങനെ തന്നെ പൊങ്ങി മേലോട്ട് പോയാൽ അത് ബൈത്തുൽ മഅമൂറിൽ പോയി മുട്ടി നിൽക്കുമെന്നാണ്. ഇനി അഥവാ ബൈത്തുൽ മഅമൂർ താഴോട്ട് വീണാലോ അത് കഅബാലയത്തിൽ ചെന്ന് ഫിറ്റായിട്ട് നിൽക്കുമെന്നാണ്. ഇതിന്റെ എഞ്ചിനീയറിംഗ് പിഴക്കുകയില്ല. ഈ സിവിൽ എഞ്ചിനീയർ സയ്യിദുനാ ജിബ്രീലാണ് അലൈഹിസ്സലാം. അത്രയ്ക്കും അക്യുറസിയാണ്, കൃത്യതയുണ്ടാകും. അപ്പൊ എന്തേ ഇവിടെ മനുഷ്യന്മാർ ചുറ്റുമ്പോൾ അവിടെ മലക്കുകൾ ചുറ്റുന്നു. എന്തേ മലക്കുകൾക്ക് ചുറ്റാൻ ബൈത്തുൽ മഅമൂർ വൽ ബൈത്തുൽ മഅമൂർ വസ്സഖഫിൽ മർഫൂ. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതാറില്ലേ എന്താണ് ബൈത്തുൽ മഅമൂർ? അതും ഒരു പാപമോചനത്തിന്റെ കഥയാണ്. പാപമോചനത്തിന് മഗ്ഫിറത്തിന്റെ പത്തിലാണ് നമ്മളുള്ളത്. പാപമോചനത്തിന് ചരിത്രത്തോളം പഴക്കമുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിനുവേണ്ടി ചില ഉദാഹരണങ്ങൾ പറയുന്നു എന്ന് മാത്രം. അവിടെ മലായികത്യങ്ങൾക്ക് ഇപ്പൊ എന്തിനാ കറങ്ങുന്നത്? കാരണം അവർക്ക് തെറ്റെന്താന്ന് അറിയില്ലല്ലോ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. മലായികത്യങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ അറിയില്ല. അവർക്ക് കേവലം അള്ളാഹു പറഞ്ഞത് മാത്രം ചെയ്ത പരിചയമേ ഉള്ളൂ. അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയേയില്ല. അപ്പൊ പിന്നെ എന്താണ് മലായികത്യങ്ങൾ? ഈ മലായികത്യങ്ങൾ സുബ്ഹാനല്ലാഹ് അവർ തെറ്റ് ചെയ്തോ? ഇല്ല. പിന്നെന്താ പറ്റിയത്? അള്ളാഹു അവരുടെ ചെറിയൊരു മുഷാവറ നടത്തിയില്ലേ? എന്തായിരുന്നു മുഷാവറ? وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ. അല്ലാഹു തആല ഒരു ചെറിയ മുഷാവറ അവരോട് നടത്തുകയാണ്. അല്ല മലായികത്യങ്ങളെ, എന്റെ ഡെലിഗേറ്റായി, എന്റെ പ്രതിനിധിയായി, എന്റെ റെപ്രസെന്റേറ്റീവായി ഞാൻ മലക്കുകളെ മനുഷ്യരെ പടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അവരത്രങ്ങ് വിചാരിച്ചില്ല. പക്ഷെ അവരുടെ മറുപടി അള്ളാഹ്ക്ക് ഇഷ്ടായില്ല. അള്ളാഹിനോട് അവർ ചോദിച്ചു, എന്തിനാ പടച്ചോൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്? അത് അള്ളാഹ്ക്ക് ഇഷ്ടായില്ല. എന്നുള്ളത് അടുത്ത മറുപടിയിലൂടെ അവർക്ക് മനസ്സിലായപ്പോൾ അവർക്ക് എല്ലാവർക്കും വല്ലാത്ത സങ്കടമായി. അവർ അർശിന്റെ ഭാഗത്ത് പോയി സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, മലക്കുകളെ, നിങ്ങൾക്ക് സങ്കടപ്പെടാനായി ഒരു സ്ഥലം ഞാൻ നിർമ്മിച്ചു തരാം. അതാണ് ബൈത്തുൽ മഅമൂർ. അവിടെ മലക്കുകളാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയം 70,000 മലക്കുകളാണ് ചുറ്റുന്നത്. ഒരു വട്ടം ചുറ്റിയ മലക്ക് ഖിയാമത്ത് നാൾ വരെ ചുറ്റുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണെങ്കിൽ മലായികത്തിന്റെ എണ്ണം എത്രയാ? നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വരുന്ന പാപമോചനം അല്ലേ, മഗ്ഫിറത്തിന്റെ പത്താണ്. അള്ളാഹു നമുക്ക് ദോഷങ്ങൾ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആദം നബി അലൈഹി സ്വലാം അങ്ങനെയാണ്. യൂനുസ് നബിയോ, സയ്യിദുനാ യൂനുസ് നബി അലൈഹി സ്വലാം വല്ലാത്ത ഇടങ്ങേറിലാണ് പെട്ടുപോയത്. വല്ലാത്ത പ്രയാസത്തിലാണ് യൂനുസ് നബി അലൈഹി സ്വലാം പെട്ടുപോയത്. അറബിയിൽ ഹം എന്ന് പറഞ്ഞാൽ പ്രയാസം, ഗം എന്ന് പറഞ്ഞാലോ പ്രയാസത്തിന്റെ മേൽ പ്രയാസം. അതിനെ വർണ്ണിക്കാൻ കഴിയുകയില്ല, വർണ്ണനാതീതമാണ്. അമ്മാതിരി ഇടങ്ങേറുണ്ടാകുമ്പോഴാണ് ഗം എന്ന് അറബിയിൽ പറയാ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധ നബിയുനാ സയ്യിദുനാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയപ്പോഴ് കൂരിരുട്ടിലാണ് യൂനുസ് നബി അലൈഹി സ്വലാം ഉള്ളത്. സമുദ്രത്തിൽ അല്ലെങ്കിലും ഇരുട്ടാണ്. ആ സമുദ്രത്തിന്റെ ഇരുട്ടുണ്ട് ഒരു ഭാഗത്ത്, പിന്നെ രാത്രിയുടെ ഇരുട്ടുണ്ട് മറ്റൊരു ഭാഗത്ത്, പിന്നെ മത്സ്യത്തിന്റെ വയറെന്ന് പറയുന്ന ഇരുട്ട് മറുഭാഗത്ത്. എല്ലാത്തിന്റെയും കൂടി ഇരുട്ടിലാണ് സയ്യിദുനാ യൂനുസ് നബി അലൈഹി സ്വലാം. ആ തിമിംഗലത്തിന്റെ ഉള്ളിൽ നിന്ന് യൂനുസ് നബി ഇങ്ങനെ അള്ളാഹുവിനോട് പാപമോചനം നടത്തിയതാ അല്ലേ? അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഫനാദാ ഫിൽ ളുൽമാനാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ യൂനുസ് നബി അങ്ങ് പറഞ്ഞപ്പോൾ ഫസ്തജബ്നാ ലഹു, യൂനുസ് നബിയുടെ തൗബ നമ്മൾ സ്വീകരിച്ചു. വനജ്ജൈനാഹു, അദ്ദേഹത്തെ നമ്മൾ രക്ഷപ്പെടുത്തി. മിനൽ ഗം, അദ്ദേഹം അകപ്പെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇതുപോലെ നമ്മൾ മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തും. എന്തു ചെയ്താൽ?
അള്ളാഹിനോട് പാപമോചനാർത്ഥന നടത്തിയാൽ. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം ഒരുമിച്ച്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മഗ്ഫിർ ലീ ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. സയ്യിദുന മജ്മഅ റളിയല്ലാഹു തആല സഹാബത്തിന്റെയൊക്കെ അവരുടെയൊക്കെ ആ ജീവിതത്തിലെ സൂക്ഷ്മതയും അല്ലെങ്കിൽ അവരൊക്കെ അള്ളാഹുവിനോട് പാപമോചന അർത്ഥന നടത്തിയതൊക്കെ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ എത്ര ചെയ്യേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്കി. മജ്മഅ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മട്ടുപ്പാവിൽ അദ്ദേഹം വീടിന്റെ റൂഫിലേക്ക് കയറിയതാണ്. എന്തോ ആവശ്യത്തിന് വേണ്ടി എന്തോ നന്നാക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ റൂഫിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റോട്ടിലൂടെ ഒരു പെണ്ണ് നടന്നു പോകുന്നു. ആ പെണ്ണിന്റെ ശരീരത്തിലെ ആ പെണ്ണിന്റെ രൂപത്തിലേക്ക് അറിയാതെ നോക്കിപ്പോയതാണ്. ആ പെണ്ണിനെ കാണണമെന്ന് വിചാരിച്ചു നോക്കിയതല്ല. സയ്യിദുനാ മജ്മഅ റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിന്റെ രൂപം തന്റെ കണ്ണിലങ്ങ് പെട്ടുപോയി. ഹദീസിൽ കാണാം ഫവഖഅ ബസറുഹു അല ഇംറഅ, ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തന്റെ കണ്ണ് പതിച്ചു പോയതാ. കരുതിക്കൂട്ടി ഡെലിബറേറ്റ്ലി ഉള്ള നോട്ടമല്ല, ഒരു പെണ്ണിനെ കാണണമെന്ന് വിചാരിച്ചു നോക്കിയതുമല്ല, അങ്ങ് കണ്ടുപോയതാണ്. ഉടനെ തന്നെ മഹാനവറുകൾ ആ റൂഫിൽ നിന്ന് താഴെ ഇറങ്ങി അല്ലാഹുവോട് പ്രതിജ്ഞ പറഞ്ഞു. ഫജഅല അലാ നഫ്സി അല്ലാ യൻദുറ ഇലസ് സമാഅ മദാമ ഫിദ് ദുനിയാ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം അല്ലാഹ് ഇനി ഞാൻ മരിക്കുന്നത് വരെ മേലോട്ട് നോക്കൂല എന്ന് പറഞ്ഞ് പ്രതിജ്ഞയെടുത്ത് മരണം വരേക്കും താഴേക്ക് മാത്രം നോക്കി നടന്ന ആളാ സയ്യിദുനാ മജ്മഅ റളിയല്ലാഹു അൻഹു. അവരുടെ തൗബന്റെ ഊക്ക് നോക്കി നിങ്ങൾ. ജസ്റ്റ് ഒരു നോട്ടം, നമ്മൾ ഒരു നോട്ടാണോ? ഇവിടെ ആണുങ്ങളും പെൺകുട്ടികളും അതുപോലെ തന്നെ ചെറിയ പ്രായത്തിലുള്ള, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്കറിയാം കുറെ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവരും ഉണ്ടാവും. നമ്മൾ നന്നായി നമ്മുടെ സ്കൂളൊക്കെ കോ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഈ കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആണും പെണ്ണും ഒരുമിച്ച് ഇരുന്നുകൊണ്ടുള്ള പരിപാടിക്കാണ് കോ എഡ്യൂക്കേഷൻ എന്ന് പറയാം. മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവും. നോമ്പ് എങ്ങനെ ശരിയാവും അല്ലാഹു അഅലം. ഒരാൺകുട്ടിനെ വികാരത്തോടു കൂടി പെൺകുട്ടി നോക്കി, ഒരേ ക്ലാസ്സിലാണ്. മറ്റേ കുട്ടി ഇങ്ങോട്ടും നോക്കി. അവർക്ക് രണ്ടുപേർക്ക് വികാരം ഉണ്ട്. വികാരത്തോടു കൂടിയാ നോക്കിയതെങ്കിൽ അവരുടെ നോമ്പിന് ഒരു കഥയില്ല. പള്ളയിലെ പൈപ്പ് ബാക്കിയുണ്ടാവും, വിശപ്പ് മാത്രം ബാക്കിയുണ്ടാവും, ദാഹം ബാക്കിയുണ്ടാവും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഭയങ്കരമായിട്ട് ചിന്തിക്കണം. നമ്മളിപ്പോ മഗ്ഫിറത്തിന്റെ 10 എത്ര തെറ്റാ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ? ഓരോ നിമിഷവും നമ്മൾ തെറ്റാണ് അല്ലേ? മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു കറ വീഴുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. നുക്തത്തുൻ സൗദാ, ഒരു കറുത്ത പുള്ളി വീഴും പരിശുദ്ധ റസൂലുള്ളാഹി. ആ കറുത്ത പുള്ളി അവൻ തൗബ ചെയ്യാതെ പോയാൽ, ഉദാഹരണത്തിന് ബ്ലഡായി, നമ്മുടെ ശരീരത്തിൽ ബ്ലഡായി, ഇപ്പൊ കോയിനിറക്കാണ്, പെട്ടെന്ന് ബ്ലഡ് അങ്ങ് തെറിച്ചു, അപ്പം പോയി കഴിക്കാൻ നോ പ്രോബ്ലം, എല്ലാം ശരിയാവും, എല്ലാം പെട്ടെന്ന് ക്ലിയർ ആവും അല്ലേ? അതവിടെ അങ്ങ് ഉറച്ചു പോയാലോ പിന്നെ ശരിയാവോ? ഇല്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ വലിയ ഡിറ്റർജൻസും അല്ല വേറെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ ഉപയോഗിച്ച് നമ്മൾ കറകളയൽ പിന്നെ ക്ലോറക്സോ മറ്റൊക്കെ ഉപയോഗിച്ച് ചിലപ്പം ക്ലിയർ ആവും, ചിലപ്പോൾ എന്നാലും ക്ലിയർ ആവില്ല. അതങ്ങ് ഉറച്ചു പോയാൽ അങ്ങനെയാണ്. അതാണ് അസ്വറ അലാദാലിക്, അങ്ങ് ഉറച്ചു പോയ പ്രശ്നമാണ്. ഹൃദയത്തിൽ ഉറച്ചു പോയാൽ അത് വലിയ വിഷയം തന്നെ. അത് ഉറച്ചു പോകാതിരിക്കാൻ ചെയ്യുന്നത് അപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹ് അത് പറയണമെന്ന മഗ്ഫിറത്തിന്റെ 10 പ്രത്യേകം ചൊല്ലി. ഒരു പെണ്ണിനെ അറിയാണ്ടങ്ങ് നോക്കിപ്പോയി, അസ്തഗ്ഫിറുല്ലാഹ് 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 പഠിച്ചോനെ എന്തോ വിചാരിച്ച് വാട്സപ്പ് ഇങ്ങനെ തോണ്ടാണ്. ആ തോണ്ടണന്റെ ഇടയിലാണ് എന്തൊക്കെയോ ഒരു ഇമേജ് ആരൊക്കെ വിട്ടത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക. എന്തൊരു പെണ്ണിന്റെ മുഖം ഇങ്ങനെ കാണാണ്ട് നോക്കുമ്പോൾ എന്തൊക്കെയോ ചെറിയ വൾഗർ സാധനമാണ്. റമളാനാന്ന് മറ്റൊന്നും നോക്കിയിട്ടില്ല, പോസ്റ്റ് ചെയ്തോ നോക്കിയിട്ടില്ല. കാണുന്ന നമ്മളെങ്കിലും നോക്കണം. അഥവാ കണ്ടുപോയി അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു മാപ്പാക്കി തരട്ടെ, അല്ലാഹു തആല മാപ്പാക്കി തരുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. ഒരു കറ വീഴും, ഒരു പുള്ളി വീഴും. ആ പുള്ളി തൗബ ചെയ്താൽ നീങ്ങും, അല്ലെങ്കിലോ അത് കനത്ത് വരും. അതിന്റെ റേഡിയസ് അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അത് നന്നായിട്ട് വലിപ്പം കൂടും. വലിപ്പം കൂടിയാലോ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ.
ഹൃദയത്തിൽ ഒരു കറ വരാനുണ്ട്. ഈ കറ വന്നാൽ പിന്നെ പോകൂല. അത് ഖസ്വത്തുൽ ഖൽബാണ്. ശഫീഉനാ റസൂലുള്ളാഹി ഇതാണ് ഖസ്വത്തുൽ ഖൽബ്. ഈ ഹൃദയത്തിന്റെ രോഗം അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നന്മയിലേക്ക് അവനെ വിളിച്ചാൽ കിട്ടൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിസ്കരിക്കാൻ അവനെ കിട്ടൂല. എപ്പോഴും തെമ്മാടിയാകും. 24 മണിക്കൂറും അവൻ തെമ്മാടിയാകും. അവന്റെ മനസ്സ് ഖസ്വത്തുൽ ഖൽബാണ്. ഞാൻ അഥവാ ഒരാൾക്ക് അങ്ങനെ വന്നു പോയാൽ എന്ത് ചെയ്യണമെന്നോ? ആയിഷ ബീവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഖസ്വത്തുൽ ഖൽബാൻ എനിക്ക് എന്താ ചെയ്യേണ്ടത് ആയിഷ ബീവി? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിനോട് ചോദിച്ചപ്പോ 2 കാര്യമാ പറഞ്ഞു കൊടുത്തത്. ഒന്ന്, ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ നന്നായി ഓതിക്കോളൂ, ഹൃദയ ലോലമാവും. 2, ദിക്റുൽ മൗത്ത്, മരണത്തെ ഓർത്തോളൂ, എന്നാലും നിന്റെ ശരീരം ലോലമാകും. ഇത് രണ്ടും നമുക്ക് വേണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോ ഹൃദയത്തിൽ ഇപ്പൊ കറ എന്ന് പറഞ്ഞാൽ കഅബാലയത്ത് പോയി കഴിഞ്ഞാൽ ഹജറുൽ അസ്വദ് അല്ല, ശരിക്കും ഹജറുൽ അബിയലാണ്, വെളുത്ത കല്ലായിരുന്നു. ഇപ്പൊ ഹജറുൽ അസ്വദ് ഒക്കെ കുറെ ആൾക്കാർ മുത്തിയുണ്ടാവും. നമ്മളൊക്കെ ഹജറുൽ അസ്വദ് മൊത്തത്തിൽ ഭയങ്കര കല്ലാണ് അല്ലേ? അങ്ങനൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളാ അൽഹംദുലില്ലാഹ് എനക്കും കിട്ടിയെന്നൊക്കെ പറയും. ഉംറക്കൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ അറിയാം. പക്ഷെ പെണ്ണുങ്ങളെ നിങ്ങൾ ചിന്തിക്കണം, ആണുങ്ങൾ എല്ലായിടത്തേക്ക് തിക്കും തിരക്കുണ്ടാക്കി പോയിട്ട് മുത്തുന്നത് അത് സുന്നത്തിനേക്കാൾ ഹറാമായി വരും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഫ്ലൈയിങ് കിസ് ആണ് നല്ലത്. ഫ്ലൈയിങ് കിസ് ആയിഷ ബീവിനോട് നബി തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ? ഫ്ലൈയിങ് കിസ് അതാ നല്ലത്. ആയിഷ ബീവിനോട് നബി തങ്ങൾ പറഞ്ഞു, ആണുങ്ങളുടെ അടുത്ത് തിരക്കുണ്ടാക്കണ്ട. നീ ആടെ പോയിട്ട് തിരക്കുണ്ടാക്കിയിട്ട് നീ ഹജറുൽ അസ്വദ് മുത്തിന്നും പറഞ്ഞു, ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്താ, നീ ഒരു വലിയൊരു തെറ്റ് ചെയ്തു അങ്ങോട്ട് പോണ്ട. എന്തായാലും അവൻ നിങ്ങളുടെ ബോഡി ആളുകൾ തൊടാണ്ടിരിക്കൂല. അത് വികാരം ഇല്ലെങ്കിൽ എന്തോ വേറെ വിഷയം. കാരണം ഹജർ കാബന്റെ മുമ്പ് എടുത്തങ്ങ് ഇടുക ചെയ്യുക, ഒരൊറ്റ പോക്കല. പോക്കുമ്പോ ലേഡിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക എന്താ സംഭവിക്കുക. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എല്ലാം ചെറിയ സുന്നത്തിന് വേണ്ടി വലിയ തെറ്റ് ചെയ്യരുത് കേട്ടോ. നമ്മൾ മാറി നിൽക്കണം. അല്ലെങ്കിൽ അതിനൊക്കെ പറ്റിയ ടൈം നോക്കി പരിചയമുള്ള ആളുകളുടെ കൂടെ പോകണം. അല്ലാണ്ട് മുത്തി എന്ന് പറഞ്ഞ വലിയ അഭിമാനം കൊള്ളരുത്. അത് വലിയ തെറ്റിലേക്കാ പോവാം. ഹജറുൽ അസ്വദ് അത് യഥാർത്ഥത്തിൽ നിന്ന് ചെറിയ ചെറിയ കാരക്കന്റെ കുരുവില്ലേ, അതിന്റെയൊക്കെ പകുതി വലുപ്പത്തിലുള്ള ഒരു 8ഓളം കുരുവിന്റെ വലുപ്പത്തിലുള്ള ചെറിയ കല്ല. മുമ്പ് അത് വലിയ കല്ലായിരുന്നു. അത് കട്ടുകൊണ്ടുപോയി അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ്, അവരിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ച് ചെറിയ മുട്ടുകളാക്കിയിട്ടാണ് വെച്ചിരിക്കുക. ശരിക്കും അയിമ്മല് മുത്തിയാലാണ് അതിന്റെ കൂലിയൊക്കെ കിട്ടുക. നമ്മളേതാണ് അതിന്റെ ഉള്ളിൽ തലം കെട്ട് വെക്കും. അൽഹംദുലില്ലാഹ് കിട്ടിയവർക്ക് കിട്ടി. അല്ലാഹു തആല നമ്മളൊക്കെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോ ആ ഹജറുൽ അസ്വദ് എങ്ങനെയാണ് കറുത്തുപോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളുടെ ഹദീസിൽ കാണാം, അത് ജനങ്ങളുടെ പാപം ഏറ്റെടുത്തത് കൊണ്ടാണ്. പാപം ഇങ്ങനെ ഏറുന്നതിനനുസരിച്ച് വെളുത്തത് കറുത്തതായില്ലേ, അതുപോലെ ഹൃദയത്തിന്റെ വെളുപ്പ് കറുപ്പായി മാറും. സുമ്മ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കറുത്തുപോകും. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം, അറൈന് വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ഇടങ്ങേറാണ്. അങ്ങനെ വന്നാൽ വല്ലാത്ത പ്രയാസം. അതൊക്കെ മാറ്റിയെടുക്കാനാണ് ഈ നോമ്പ് എന്നൊക്കെ പറയുന്നത്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കും. നന്നായിട്ട് അള്ളാഹു തആല നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹസ്സാൻ ഇബ്നു അബീ സിനാൻ അവരുടെയൊക്കെ തൗബ ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഒരു ബിൽഡിങ്ങിൻ്റെ ഇവിടെ ഇപ്പം ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കാൻ വേണ്ടി നമ്മൾ എന്തോ ഇവിടെ ഇങ്ങനെ കുറച്ച് കട്ടയൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ പറയാം, എന്താ ഇപ്പം ഈ കട്ടയൊക്കെ കുറേ നാളായാലും ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ യാതൊരു തെറ്റും നമുക്ക് തോന്നിയിട്ടില്ല. തെറ്റല്ല. പക്ഷെ എന്നാലും മഹാന്മാർ അതൊക്കെ വലിയ തെറ്റായിട്ട് കണ്ട ആളുകളാണ്. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് ബക്കറ്റ് പിരിവല്ലേ തളിപ്പറമ്പിലേക്ക്. അവിടെ ജുമാഅത്ത് പള്ളിയിലാണ് നമ്മളെ ഖുവത്തുൽ ഇസ്ലാമിൻ്റെ. അപ്പോൾ അവരിപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു 1:05 ഷാർപ്പിന് തുടങ്ങുന്ന. അപ്പോൾ നമുക്ക് ഈ എന്തായാലും എരിക്കൂർ പിന്നെ ശ്രീകണ്ഠാപുരം റൂട്ടിലൂടെയാണ് പോകാനുള്ളത്. വളവ് തിരുവാണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. നമുക്കൊരു 9:30 മണി നോക്കാം. നമുക്ക് ഇൻഷാ അല്ലാഹ് പോണടത്തോളൊക്കെ പോകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല റാഹത്താക്കി തീർക്കട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ സംഘാടകർ നമുക്കറിയാം ഇതിൻ്റെ ഈ മെഷീനുകാരെ ഇതൊക്കെ നമ്മളൊക്കെ മാതിരി തന്നെ ഈ സാധനം ഇതൊക്കെ എപ്പോൾ അടിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇന്നലെ ഇപ്പോൾ സെൻസാർ ഉസ്താദിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ വലിയ ജനറേറ്ററൊക്കെ അടിച്ചു പോയി വലിയ നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ആ വിഷമം ഉണ്ടാവും പോലിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ ക്ലിയറാക്കി പുതിയത് ഫിറ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ ടൈം എടുത്തതാണ്. എന്തായാലും അതൊക്കെ നമ്മൾ ഇതിന് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നമ്മളങ്ങ് മരിച്ചു പോയാലോ
നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ആയുസ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾ പോലെ അല്ല, അത്രയില്ല നമ്മുടെ ഒന്നും കാര്യം. അല്ലാഹു തആല നമുക്ക് റാഹത്ത് തരട്ടെ. അല്ലാഹു തആല നമുക്ക് ജീവിതം ഖൈറാക്കി തരട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന വഴിമധ്യയാണ് മഹാനവറുകൾ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത്. മിൻ മച്ചാ ബുനിയ ഹാദാ, ഈ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങിയിട്ട് എത്ര കാലമായി കാണും? അദ്ദേഹം വീട്ടിലേക്ക് എത്തി വല്ലാത്ത വിഷമമായി. യാ അല്ലാഹ്, അത് പറയുന്നതിന് പകരമായി എനിക്കൊരു ദിക്ർ ചൊല്ലിക്കൂടായിരുന്നുവോ? ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ഒരു അല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ദിക്ർ എനിക്ക് ചൊല്ലാമായിരുന്നുവല്ലോ. അത് ചൊല്ലുന്നതിന് പകരമായി ഞാൻ പറഞ്ഞത് ശരിയായില്ലല്ലോ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഗീബത്താണോ? അല്ല. നമീമത്താണോ? അല്ല. നുണയാണോ? അല്ല. ഒരു ബിൽഡിങ്ങിന്റെ പണി എന്താ ഇത് പൂർത്തിയാവാത്തത് എന്ന് ചോദിച്ചതിന്റെ പേരിൽ മഹാനവറുകൾ മഗ്രിബിന്റെ സമയമായി സൂര്യൻ അസ്തമിച്ച ശേഷം തന്റെ ശരീരത്തോട് ശിക്ഷ പ്രഖ്യാപിച്ചു. ശരീരമേ, ഒരു കൊല്ലത്തേക്ക് സുന്നത്ത് നോമ്പ് നോൽക്കണമെടാ. നീ എന്തിനാണ് അനാവശ്യമായി നിന്റെ നാവിനെ ആ ബിൽഡിംഗ് കണ്ടപ്പോൾ നീ പറയാൻ വേണ്ടി നിന്റെ നാവ് കൊണ്ട്, എന്റെ നാവേ, നീ എന്തിനാ വേണ്ടാത്തത് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു. ഈ കോലത്തിൽ നമ്മളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്ര മാറ്റം നമുക്കുണ്ടാവില്ലേ? അദ്ദേഹം ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. സൂക്ഷ്മതയാണ്, ഭയങ്കരം സൂക്ഷ്മതയാണ്, വല്ലാത്ത സൂക്ഷ്മത അല്ലേ? മഹാനായ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും മഗ്രിബിന്റെ സമയമായാൽ സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ, അതെന്താ, ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു കിടക്കുകയാണ്. ഇന്നത്തെ രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ ഇന്ന് മഗ്രിബിന് സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും എന്തൊക്കെയാടാ ഉമറേ നീ ചെയ്തത് എന്ന് ശരീരത്തെ ചോദ്യം ചെയ്യാതെ ഉമർ തങ്ങൾ ഒരു ദിവസം പോലും ശരീരത്തെ വെറുതെ വിട്ടിട്ടില്ല. കാന യളിബു അലാ ഖദമൈഹി ബിദ്ദിറ, ചാട്ടവാറെടുത്തുകൊണ്ട് ശരീരത്തെ കുതിര തല്ലുകയാണ്. അരന്റെ കീഴ്പോട്ട് അടിയോടടിയാണ് സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, ആരായി സയ്യിദ്ന ഉമർ തങ്ങൾ? കദാക ഉമർ വലിയുസ്സാലിഹീന വദിന്നൂറൈനി റഅസിന്നാസികീന. ഉമർ തങ്ങൾ വലിയ വലിയ നേതാവല്ലേ, ഔലിയാക്കളുടെ തലപ്പത്തിരിക്കുന്ന നേതാവല്ലേ. കദാക ഉമർ വലിയുസ്സാലിഹീന, മുഴുവൻ സാലിഹീങ്ങളുടെയും നേതൃത്വമല്ലേ ഈ സയ്യിദ്ന ഉമർ. അബൂബക്കറുൻ ഫിൽ ജന്ന, ഉമറുൻ ഫിൽ ജന്ന, എന്റെ ഉമർ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. എന്നിട്ടും ആ ഉമർ തങ്ങളുടെ ബേജാറ് നോക്കണേ. അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഞാൻ എന്ത് ചെയ്തത് വല്ലതും ശരിയില്ലാത്തതുണ്ടോന്ന്? ഉമർ തങ്ങളൊക്കെ വല്ല തെറ്റും ചെയ്യോ? എന്ത് തെറ്റ് ചെയ്യാനാലേ? എന്നിട്ട് പോലും നോക്ക്, അവരൊക്കെ ബേജാറ്. നബി തങ്ങൾ നോക്കൂ, നിങ്ങൾ ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ് ഫീ കുല്ലി യൗമിൻ 70 മറ വഫീ റിവായത്തിൻ ആഖർ 100 മറ. എല്ലാ ദിവസവും 70 വട്ടം അല്ല 100 വട്ടം പുണ്യ നബി അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്ന ആളായിരുന്നു. എൻ്റെ അമ്മമാരോട്, പ്രിയപ്പെട്ട പ്രായം ചെന്ന അമ്മമാരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് സ്റ്റൈലാക്കി ചെല്ലും, ഓവർ സ്മാർട്ട് ആക്കിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അയച്ചു വിടും. അത് ചില അമ്മമാർക്കുള്ള സ്വഭാവം. അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹനെ മണ്ണിൽ പൂത്തുന്നു അതിൻ്റെ അർത്ഥം. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അയിനിന്റെ മേലെ പുള്ളിട്ടിട്ട് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം. ഇസ്തഗ്ഫറ, ഇസ്തഗ്ഫറ, ഐനല്ല ഗൈനാണ്. അസ്തഗ്ഫിറുല്ലാഹ്, ഇത് മഗ്ഫിറത്തിന്റെ പത്താണ്. അല്ലാഹു പാപമോചനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, അജിക്കാൻ അങ്ങനെ തപ്പുണ്ട്. നമ്മുടെ അൻസാരി തില്ലങ്കേരിന്റെ ഭാര്യന്റെ ഉമ്മ മരിച്ചിരിക്കുന്നു. അല്ലാഹു തആല അവർക്ക് അൽഹംദുലില്ലാ നല്ല മരണല്ലേ. അൽഹംദുലില്ലാ, പരിശുദ്ധ റമളാനാണ്, മഗ്ഫിറത്തിന്റെ 10ലാണ്. അല്ലാഹു എല്ലാം വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കട്ടെ. വലിയ ഭാഗ്യമാണ്, ഭയങ്കരം ഭാഗ്യമാണ് അല്ലേ. ഇബ്ലീസ് വല്ലാണ്ട് ഇടങ്ങാറാവുന്ന
ഈ റമദാനിൽ പ്രത്യേകിച്ച് മഗ്ഫിറത്തിന്റെ പത്രം ഇബ്ലീസിന് ഭയങ്കര ഇടങ്ങേറാണ്. കാരണം ഈ ആൾക്കാർ നന്നാണുണ്ടേ. അൽഹംദുലില്ലാഹ് ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ മരിക്കാൻ കിട്ടുന്നത് അത് വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല അവരുടെ ഖബറിടം പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ് وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل അല്ലാഹു തആല തഖ്വ വേണമെന്ന് പറഞ്ഞ പാടെ ഖൂലൂ ഖൗലൻ സദീദ, നല്ല വാക്ക് നിങ്ങൾ പറയണേ. നല്ല വാക്കേ പറയാവൂ. ഒരാൾ വേദനിപ്പിക്കുന്ന വാക്ക് നമ്മൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മമാരെ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളകള സംസാരം കൂട്ടാനുള്ളതല്ല, മാക്സിമം കുറക്കാനാണ് അല്ലേ? മാക്സിമം നമ്മൾ സംസാരം കുറക്കണം. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു പോകുന്നത് പലതും ഗീബത്താവും. പിന്നെ നമ്മൾ നോമ്പിന് വല്ല ഫലം ഉണ്ടാവും. ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതശ് റുബ്ബ സ്വായിം. എത്ര നോമ്പുകാർ അല്ലേ, അവർ സംസാരിക്കുന്ന കാരണത്താൽ എല്ലാം അല്ലാഹു തആല എടുത്തു കളയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂലി തന്നെ എടുത്തു കളയും. റുബ്ബ സ്വായിം, എത്ര നോമ്പുകാരാണ്. സയ്യിദത്തുന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ, മറിയം ബീവി വലിയ മഹദിയാണ്, സ്വർഗ്ഗത്തിന്റെ നേതാവ് സയ്യിദത്തുന മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ആ മറിയം ബീവി നോക്കൂ നിങ്ങൾ. മറിയം ബീവിയെ സംഭവം, അവരുടെ ഗർഭമായി മറിയം ബീവി പ്രസവിച്ച് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മം നൽകിയല്ലേ. ഈസാ നബിയുടെ മാതാവ് കൂടിയാണ് സയ്യിദത്തുന മറിയം ബീവി. ഭർത്താവില്ലാതെ ഗർഭം ധരിച്ച റൂഹുല്ലാഹി സയ്യിദുന ഈസ അലൈഹിസ്സലാം. ആ മറിയം ബീവി അവിടുന്ന് ഒരു സംഗതി അല്ലാഹു തആല എങ്ങനെയാണ് ഈ ഗർഭവുമായി ബന്ധപ്പെട്ട വിശേഷം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. ഇന്നി നദർതു ലിർറഹ്മാൻ, റഹ്മാനായ റബ്ബിന് ഞാൻ നോമ്പ് നോൽക്കാൻ തീരുമാനിച്ചു. എന്താണ് ഈ നോമ്പെന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. ഒരു മനുഷ്യനോട് ഞാൻ സംസാരിക്കൂല. സംസാരം നമ്മൾ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയും. നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് സംസാരത്തിന് പകരമായി ദിക്റുകൾ വരട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുന്ന സന്ദർഭങ്ങളിൽ തന്റെ വായിൽ നിറയെ ചരൽക്കല്ലുണ്ടാകും. ചരൽക്കല്ല്, ചെറിയ മെറ്റൽ പീസ്, അതിങ്ങനെ നിറയെ വായിലിട്ട് ഇങ്ങനെ നടക്കും. ആരോടും മുണ്ടൂല. അപ്പൊ ആളുകൾ ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, യാ അബൂബക്കർ, യാ ഖലീ, യാ അബൂബക്കർ, എന്തെങ്ങൾക്ക് ഇങ്ങനെ, എന്താ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, എന്റെ നാവ് കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യാതിരിക്കാൻ നല്ല നിലക്ക് നടന്നോട്ടെ. എന്റെ നാവ് വായ തുറന്നിട്ട് എന്തെങ്കിലും തെറ്റെന്റെ ഭാഗത്ത് നിന്ന് വന്നു പോകേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞ സൂക്ഷ്മതയുടെ പ്രതീകമായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവർക്ക് വലിയ മഹാന്മാരായിരുന്നു. അപ്പോൾ വാക്കിനെ സൂക്ഷിക്കണം, വാക്ക് നന്നായി സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, അപ്പോഴേ അല്ലാഹു തആല പുറത്തു തരുള്ളൂ. എന്നിട്ട് ബേക്കിൽ പറയേണ്ട അല്ലാഹു തആല വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും, അപ്പോൾ അല്ലാഹു നിങ്ങളുടെ അമലുകൾ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, ഇത് മഗ്ഫിറത്തിന്റെ പത്താണ്. നിങ്ങളുടെ ദോഷം അല്ലാഹു വിട്ടുപുറത്ത് തരണമെങ്കിൽ വെറുതെ നോമ്പ് നോറ്റത് കൊണ്ട് കാര്യമില്ല. സംസാരം നന്നാക്കണേ. വായ കൊണ്ട് നാവ് കൊണ്ട് വേണ്ടാത്തത് പറയല്ല, അത് സൂക്ഷിക്കണേ. നോക്കൂ. അപ്പൊ ചെറുപ്പക്കാരോടൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം എനിക്ക് ഇവിടെ പറയാനുണ്ട്, ചെറുപ്പക്കാരികളോടും. അതിന് മുമ്പ് ഞാൻ ഹീത്ത് എന്ന് പറയുന്ന ഒരാളെ സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ വീട് ഉമ്മു സലമ ബീവിന്റെ വീട്. നബിക്ക് ഓരോ ഭാര്യമാരുടെയും ഓരോ വീടാണല്ലോ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എല്ലാ ദിവസവും കയറി വരാറുള്ള
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടിയാൽ അത് കഴിച്ചുകൊണ്ട് ഉപജീവനം അദ്ദേഹത്തിന് ഇല്ല. അപ്പൊ എന്തെങ്കിലും ഭക്ഷണമേ അദ്ദേഹം കിട്ടുകയാണെങ്കിൽ അത് വാങ്ങി കഴിക്കും, അത്ര തന്നെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ സ്ഥിരം സന്ദർശകനായിരുന്ന ഈ ഹീത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹിജ്ഡയായിരുന്നു, ഒരു നപുംസകനായിരുന്നു. ആണുമല്ല പെണ്ണുമല്ല, അങ്ങനെയുള്ള ആളായിരുന്നു. ഹിജ്ഡ, നമ്മൾ ഉറുദുവിൽ ഹിന്ദിയിൽ ഹിജ്ഡ എന്ന് പറയും. അങ്ങനെയുള്ള ആളായിരുന്നു അദ്ദേഹം. ഹീത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ഹീത്ത് എന്ന പേരുള്ള ആൾ എല്ലാ ദിവസവും അവിടെ ഉണ്ടാകും. മഹാനായ റസൂലുള്ളാഹിന്റെ വീട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഈ ഹിജ്ഡയായ ഇദ്ദേഹം ഉണ്ടാകും. അതെങ്ങനെ ഉണ്ടാവും? അപ്പോഴൊക്കെ ഭക്ഷണം ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കും, അത്ര തന്നെ. പക്ഷെ ഒരു ദിവസം ഉമ്മു സലമ ബീവിയുടെ സഹോദരൻ ആങ്ങള തന്നെ കാണാൻ വേണ്ടി വരികയാണ്. റസൂലുള്ളാഹിന്റെ അളിയൻ ആങ്ങളെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ആങ്ങളയുമായിട്ട് ഉമ്മു സലമ ബീവി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഹീത്ത് എന്ന് പറയുന്നയാൾ അന്ന് അങ്ങോട്ട് കയറി വരുന്നത്. നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലോട്ട് പോയതാ. നിസ്കാരം കഴിഞ്ഞ നബി തങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പൊ ഹീത്ത് എന്ന ആളുമായി, ഹീത്ത് എന്ന ആളെ പണി ഉമ്മു സലമ ബീവിന്റെ ആങ്ങളനെ ഒന്ന് അടുത്തേക്ക് വിളിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാന്ന് പറയാണ്. ആള് ഹിജ്ഡയാണ്, ഒരു സാധാ പിരിവാരൻ, അങ്ങനെ തന്നെ. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നബി തങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടും, അങ്ങനെ കഴിഞ്ഞു കൂടുന്ന ആളാണ്. അയാൾ വന്നിട്ട് പറയുന്നത് എന്താ നിങ്ങള്? സുബ്ഹാനല്ലാഹ്. അയാൾ വന്നിട്ട് പറഞ്ഞു, അല്ലയോ സഹോദര, ഇൻ ഫസഹല്ലാഹു അലൈക്കും അത്വായിഫ്, ഹബീബായ നബി തങ്ങളുടെ ഉമ്മാന്റെ നാടായ ത്വായിഫ് എന്ന് പറയുന്ന പ്രദേശം അത് മുസ്ലിംകളുടെ കീഴിൽ വരും. അങ്ങനെ വന്നാൽ ഇൻ ഫതഹല്ലാഹു അലൈക്കും അത്വായിഫ് ഫഅലൈക ബിബ്നതി ഗൈലാൻ. ഗൈലാൻ എന്ന ഒരാളുണ്ട് അവിടെ. എവിടെ? ത്വായിഫിലുണ്ട്. ഗൈലാൻ എന്ന പേരുള്ള ആൾ, അയാൾക്കൊരു മോളുണ്ട്. മൊഞ്ചത്തിയാണവൾ, അടിപൊളി സുന്ദരിയാണവൾ. അവളെ എങ്ങനെയെങ്കിലും ലൈംഗികമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാൻ അവളെ ഒന്ന് കിട്ടാൻ വേണ്ടി നോക്കണം, ശ്രമിച്ചോളൂ, അത് മുതലാകും. അമ്മാതിരി സ്റ്റൈലുള്ള, അമ്മാതിരി ചുറുക്കുള്ള ഒരു പെൺകുട്ടിയാണത്. ഫഅലൈക ബിബ്നതി ഗൈലാൻ. എന്നിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, തനി സെക്സ് ആണ്. ഞാനത് അറബിയിൽ പറയാം, തിരുനൂൽക്ക് തിരിയും. ഇന്നഹ തുഖ്ബിലു ബി അർബഇൻ വതുദ്ബിറു ബി സമാൻ. അതായത് അവളുടെ മുന്നും ബാക്കോണാ പറഞ്ഞത്. ആ ഹൗസിംഗ് ഇതൊക്കെയാണ് വിശദീകരിച്ചത്. ഇതങ്ങോട്ട് കേട്ടു. ആര് കേട്ടു? അഷ്റഫുൽ ഖൽഖ്. അഷ്റഫുൽ ഖൽഖ് അങ്ങനെ വരികയാണ്, ഹദീസിൽ കാണാം. നബി തങ്ങൾ ഇതങ്ങോട്ട് കേട്ടു. എന്താണ് പഹയൻ? നബി തങ്ങൾ അദുവ് എന്നാ പിന്നെ വിളിച്ചത്. യാ അദുവല്ലാഹ്, യാ അദുവല്ലാഹ്, യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ, അല്ലാഹുവിന്റെ ശത്രുവേ, ലഖദ് ഗൽഗൽതൻ നദറ ഇലൈഹാ. ആ പെണ്ണിലേക്ക് നീ വല്ലാതെ നോക്കിയിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ പെണ്ണിന്റെ ആകാര സൗഷ്ഠവത്തെ സംബന്ധിച്ച്, ആ പെണ്ണിന്റെ ഭംഗിയെ സംബന്ധിച്ച് നിനക്ക് എങ്ങനെ തിരിഞ്ഞു? ലഖദ് ഗൽഗൽതൻ നദറ ഇലൈഹാ യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ അദുവേ, അല്ലാഹുവിന്റെ ശത്രുവേ, നീ ആ പെണ്ണിനെ വല്ലാണ്ട് നോക്കിയിട്ടുണ്ടല്ലേ? ഇതങ്ങോട്ട് കേട്ടപ്പോ ഇയാളാകെ തിരിച്ചുപോയി. നബി തങ്ങൾ ദൂരെ നിന്ന് കേട്ടു. നബി തങ്ങൾക്ക് ഭയങ്കര കേൾവി ശക്തിയാണ്, എല്ലാം ഉഷാറാണ്. അങ്ങനെയാണല്ലോ നബി തങ്ങൾ, പരിപൂർണ മനുഷ്യനാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആട്ടി വിട്ടു, പോടാ മദീനന്റെ പുറത്ത് പോടാ. അജ്ലാഹു ഇലൽ മദീന ഇലാ ഹിമൽ മദീന, മദീനന്റെ പ്രാന്ത പ്രദേശത്തേക്ക് നാട് കടത്തി. എന്താ മൂപ്പര് ചെയ്ത തെറ്റ്? വ്യഭിചരിച്ചോ? എന്താ വെച്ചാൽ വ്യഭിചാരത്തിന്റെ കുറ്റം. അതെന്താ ഉണ്ടായത് നിറങ്ങള്? മൂപ്പര് പറഞ്ഞത് റൊമാൻറ്റിക് വർത്താനാണ്, റൊമാൻറ്റിക് അല്ലേ. ഇൻ എവറി മാൻസ് ലൈഫ് there is a Salma Karami എന്ന് പറയുന്ന ജിബ്രാന്റെ ഒരു വാക്കുണ്ട്. In every man's life there is a Salma Karami. എല്ലാവരുടെ മനസ്സിലും ഒരു വികാരജീവി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. ഈ രീതിയിൽ നമ്മൾ ഒരാളെ ഇങ്ങനെ പ്രതിഷ്ഠ ചെയ്തു വെച്ച്, അതാണ് കാമുകൻ, കാമുകി, ലവർ എന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ ഈ പ്രായത്തിനനുസരിച്ച് ഇന്ന് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒരുപാട് കാണാനുണ്ട്. ആ പ്രായത്തിലുള്ള നിങ്ങളൊക്കെ തെറ്റ് ചെയ്യുന്നവരാന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, പക്ഷെ വന്നു പോകുമല്ലോ. കാരണം വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ് ഉണ്ട്, പല ജാതി സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലൂടെ ഉണ്ട്. ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. അല്ലാഹു തആല ബോധം നൽകട്ടെ. ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹബീബ് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അജ്ലാഹു ഇലാ ഹിമൽ മദീന, മദീനന്റെ പ്രാന്ത പ്രദേശത്തേക്ക് നാട് കടത്തി. പോടാ മദീനന്റെ പുറത്തേക്ക്, ഇനി ഇങ്ങോട്ട് കണ്ടുപോകരുത്, എന്റെ വളപ്പിൽ ചവിട്ടി പോകരുത്. ആട്ടിവിട്ടു അയാളെ. കാരണം
നമ്മുടെ ഗുഹ്യഭാഗത്തിന്റെ വ്യഭിചാരം പോലെയാണ് കണ്ണിന്റെ വ്യഭിചാരം. ഐനാഹുമാ അന്നളർ അന്നളർ സിനാഹുമാ അന്നളർ. കണ്ണിന്റെ വ്യഭിചാരമുണ്ട്, അത് നോട്ടമാണ്. ഹൃദയത്തിന്റെ വ്യഭിചാരമുണ്ട്, അത് ചിന്തയാ. കാതിന് വ്യഭിചാരമുണ്ട്, അത് ചാറ്റിങ്ങിലേക്ക് ശ്രദ്ധിക്കലാണ്. കയ്യിന് വ്യഭിചാരമുണ്ട്, അത് ചാറ്റിംഗ് നടത്താൻ വേണ്ടി ടൈപ്പ് ചെയ്യലാണ്. ഷഫീഉനാ റസൂലുള്ളാഹ്. ശ്രദ്ധിക്കണേ, ഈ വ്യഭിചാരത്തിന്റെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ അയാള് പറഞ്ഞത് അടിച്ചപൊളി സ്റ്റൈലിഷ് ചാമിങ് ബ്യൂട്ടി, അതൊരു ഭയങ്കര സ്റ്റൈലിഷ് പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും നബിതങ്ങൾ മദീനന്റെ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് നാട് കടത്തി ഇനി കണ്ടുപോകരുത്, ഒറ്റയ്ക്ക് ജീവിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് തങ്ങളൊക്കെ നബിതങ്ങൾ വഫാത്തായി, മൂപ്പര് വന്നിട്ടില്ല കാണാൻ, ആട്ടിവിട്ടല്ലേ ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ ചെയ്തത്? ഈ ഒരു വാക്കാണ്. ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. രണ്ടാമത് സിദ്ദീഖ് തങ്ങൾ ഭരണത്തിൽ വന്നു, അയാൾ ഏറ്റെടുത്തില്ല. നബി തങ്ങൾ പുറത്താക്കിയ ആളെ ഞാൻ ഏറ്റെടുക്കൂല, എനിക്കത് കഴിയൂല എന്ന് പറഞ്ഞു സിദ്ദീഖ് തങ്ങൾ. അയാൾ ഇങ്ങോട്ട് ചവിട്ടാൻ പാടില്ല, എന്റെ മദീനന്റെ മണ്ണിലേക്ക് ചവിട്ടരുത്. എന്റെ ഹബീബ് സ്വീകരിക്കാത്ത ആളെ ഈ അബൂബക്കർ സ്വീകരിക്കൂല, പോടാ, അവൻ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. എത്ര കൊല്ലം? അത് കഴിഞ്ഞ് ഉമർ തങ്ങൾ ഭരണത്തിൽ വന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, എന്റെ ഹബീബും അബൂബക്കർ സിദ്ദീഖും രണ്ടുപേരും ഏറ്റെടുക്കാത്ത ഈ പഹയനെ ഞാൻ ഇങ്ങോട്ട് കേറ്റൂല, അയാൾ ഇങ്ങോട്ട് വരാൻ പാടില്ല, അയാൾ ആ പ്രാന്ത പ്രദേശത്ത് തന്നെ നിൽക്കട്ടെ, അയാൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ഉസ്മാൻ തങ്ങളെ ഭരണായി, മൂപ്പർക്ക് പാവം തോന്നുന്നു, കുറെ കാലായില്ലേ, പാവാണ്. അങ്ങനെ അപേക്ഷയായിട്ട് വന്നു, പ്ലീസ് ഞാൻ ഒന്ന് വരട്ടെ. അയാൾ എന്താ ചെയ്ത തെറ്റ്? ആ പെണ്ണിനൊന്ന് വർണ്ണിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി ജുമാക്ക് വേണ്ടി മദീന പള്ളിയിൽ വന്നോളൂ, പിന്നെ അങ്ങോട്ട് കണ്ടുപോകരുത്, വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം. അങ്ങനെ അയാൾ അങ്ങനെ മരിച്ചുപോയി. ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ റൊമാൻറ്റിക് മെസ്സേജുകൾ വാട്സപ്പിലൂടെയും എഫ്ബിലൂടെ നടക്കില്ല. പിന്നെ വാട്സപ്പ് ആകുമ്പം സീക്രസി, മാക്സിമം സീക്രസി ഉണ്ടാകും. സീക്രറ്റ് സംവിധാനം, ഈ ചാറ്റ്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് ചാറ്റ് റൂമുകളുണ്ട്, അതിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും, പലതും ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അഡ്മിൻ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ അഭിപ്രായത്തിൽ ഭയങ്കര തെറ്റാണ്. എന്തുകൊണ്ട്? ഇപ്പം നാളെ എൻ്റെ ഫാമിലിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായി, ഞാൻ അതിലൊരു മെമ്പർ ആയിട്ട് എന്നെ അഡ്മിൻ ആഡ് ചെയ്തു. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കിട്ടുന്നത് ഫാമിലിയിലെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അനിയൻ്റെ ഭാര്യ, ഞാൻ ഉദ്ദേശിച്ചത് നേരെ ഏട്ടനാവാം അനിയനാവും. എനിക്കന്ന് എളാപ്പാൻ്റെ മോൻ്റെ ഭാര്യ പ്രസവിച്ചത്, അവളിങ്ങനെ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ചെറിയ കുട്ടിയാകുമ്പോൾ ഇതാണല്ലോ അവരെ ബ്രസ്റ്റിന് ഇങ്ങനെയുള്ള ഇരുത്തൊക്കെയാണ്. എന്നിട്ട് അതിങ്ങനെയുള്ള പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോ. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അംഗം കൂടി. സംഭവം പുതിയ അംഗമൊക്കെ തന്നെയാണ്, നല്ല വാർത്തയൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ കാണാൻ പാടില്ലാത്ത ആൾക്കാരല്ലേ കാണുന്നത്. എളാപ്പാന്റെ മോനെ കാണാൻ പറ്റുമോ? ഹറാമല്ലേ, പൊരിഞ്ഞ ഹറാമല്ലേ. മൂത്താപ്പാന്റെ മോനെ കാണാൻ പറ്റുമോ? അമ്മാവന്റെ മക്കളെ കാണാൻ പറ്റുമോ? എളാമയുടെ അത് മൂത്തമ്മയുടെ മക്കളെ കാണാൻ പറ്റുമോ? ഭയങ്കര ഹറാമല്ലേ. ഇവരെല്ലാം കൂടി എങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ഫോട്ടോയും എങ്ങനെ ഷെയർ ചെയ്യും, എല്ലാം എന്തിനു അപ്ലോഡ് ചെയ്യും? നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി മുതൽ അങ്ങനെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഗേൾസിന് വേണ്ടി, ലേഡീസിന് വേണ്ടി വേറെ, ജെൻസിന് വേണ്ടി വേറെ, അങ്ങനെ അഡ്മിന്മാർ വരണം. അല്ലെങ്കിൽ ഈ അഡ്മിന്മാർ നാളെ മറുപടി പറയേണ്ടി വരും. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് പറയാം. ഏത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അങ്ങനെയുള്ളവർക്കാണ് അന്തിമ വിജയം. അങ്ങനെയുള്ളവർക്കാണ് ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവർക്കാണ് ഉന്നത വിജയം. അല്ലാഹു ആ വിജയം നമുക്ക് റമളാൻ കൊണ്ട് നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം വേണേ. നല്ല നമ്മളിപ്പോൾ റമളാനിലെ മഗ്ഫിറത്ത് ഇങ്ങനെ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അല്ലാഹു തആല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ശരീരത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പക്കാർ നമ്മളിങ്ങനെ അല്ലേ ഭയങ്കര ആവേശത്തിൽ 6 പാക്ക് 8 പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡിയൊക്കെ ഒന്ന് വികസിപ്പിച്ചിട്ട് 28 കോയിമുട്ട, പിന്നെ കുറെ ടോണിക്ക് ഇതൊക്കെ കഴിച്ച് ഇരുട്ടിയുടെ മേലെ ഒരു ജിംനേഷ്യം ഉണ്ട്, അവിടേക്ക് പോയി മെമ്പർഷിപ്പായി മറ്റേതായി മറിച്ചതായി, എന്നിട്ട് ഇങ്ങനെ ബോഡി ഇങ്ങനെ വലുതാക്കുക, എന്നിട്ട് എൻഫീൽഡ് എടുക്കുക, സൈലൻസറിന്റെ അതൊക്കെ പൊട്ടിക്കുക, ടാപ്പ് ടാപ്പറയുടെ 4 പൊട്ടിക്കലും ആൾക്കാരോട് ഇങ്ങനെ പോവുക, മുടിയൊക്കെ ഒന്നിങ്ങോട്ട് ഷേപ്പാക്കുക, ഒന്നിങ്ങോട്ട് കൂർപ്പിക്കുക, സ്പൈക്ക് എന്നതിന് പറയാ. പിന്നെ പാന്റിന് കീശന്റെ വെൽപ്പൊക്കെ ഒന്ന് കൂട്ടുക, പിന്നെ ഒന്ന് എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടിൽ. കയ്യുമ്മലാണെങ്കിൽ കുറെ ചങ്ങല, കൗത്തിൽ നോക്കിയാൽ ഇതിനെ വിൽക്കാൻ കൊണ്ടേ മാതിരി അതിനും കുറെ ചങ്ങല. എന്തൊക്കെ അവസ്ഥയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ചെറുപ്പക്കാരാ, ഈ ടൈം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പീക്ക് ടൈമാണ്. അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട ടൈമാണ്. തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ
മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ഓടിയടുക്കണേ. യുവാക്കൾ അടുക്കും അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പക്കാരെടുത്ത അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. ചെറുപ്പക്കാരികൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹുവിനത് വല്ലാത്ത ഇഷ്ടമാണ് അല്ലേ? ഈ പരിശുദ്ധ റമദാനിൽ പോലും നമ്മൾ ഇങ്ങനെ കുത്തിയിരിക്കല്ലേ? എത്ര പേജ് ഖുർആൻ ഓതി, ഖുർആൻ എത്ര ഓതി, എത്ര ജുസ് ഓതി? ഇല്ല, അതിനൊന്നും ഒരു കണക്കില്ല. നമ്മൾ അതിലേക്ക് വരട്ടെ. അള്ളാഹു മഗ്ഫിറത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അതിന് നമ്മൾ ആദ്യം അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹിനോട് മഗ്ഫിറത്ത് ആവശ്യപ്പെടണം. അല്ലാഹു തആല എന്ത് ചുറ്റും പൊറുക്കുന്നവനാണ്. നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമുക്ക് വല്ല കൺട്രോളും ആധിപത്യം നമ്മുടെ ശരീരത്തിന് മേൽ ഉണ്ടോ? ഇല്ല. എല്ലാം നടക്കുന്നത് അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടല്ലേ. അവനല്ലേ നമ്മുടെ രക്ഷിതാവ്. മഹാനായ അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു, അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു അദ്ദേഹം വലിയ താബിഈനാണ്. സഹാബിയല്ല, താബിഈൻ. അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു ഒരു അടിമപ്പെണ്ണിനെ വാങ്ങി. അടിമപ്പെണ്ണ്, പെണ്ണുങ്ങന്മാരിൽ എത്ര നല്ല പെണ്ണുങ്ങളുണ്ട് നമ്മൾ വിചാരിച്ച്. ഭയങ്കര നല്ല പെണ്ണുങ്ങൾ. അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു ഒരു അടിമപ്പെണ്ണിനെ വാങ്ങിയതാണ്. വാങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ അടിമപ്പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നിന്നെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് പെണ്ണേ. അപ്പോൾ ആ പെണ്ണ് ഫളഹികത്, ആ പെണ്ണങ്ങോട്ട് ചിരിച്ചു. പെണ്ണിങ്ങനെ ചിരിച്ച സമയത്ത് ചോദിച്ചു, മജ്നൂനുൻ അൻതി, പെണ്ണേ നീ ഭ്രാന്തിയാണോ? നിനക്ക് ഭ്രാന്തുണ്ടോ പെണ്ണേ? നീ എന്തിനാടി ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ ആ പെണ്ണ് വേറെന്തോ ഹാലിലാണ്. അള്ളാഹുവിൽ ലയിച്ച പെൺകുട്ടിയത്. അപ്പൊ എന്തായാലും ചിരിച്ചെന്ന് അതിനെ അറിയില്ല. അത് ചിരിച്ചില്ലെന്നാ പറഞ്ഞു, കാരണം വേറെന്തോ ബോധത്തിലാണ്, അത് ഹാലിലുള്ളത്. അപ്പൊ അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ച് ഈ പെണ്ണ് പറഞ്ഞു, വല്ലാഹി ലസ്തു ബിമജ്നൂന, ഞാൻ ഭ്രാന്തിയല്ല, എനിക്ക് തലക്ക് വട്ടില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ലാഹനെയാണ് സാക്ഷ്യം, ഹൃദയങ്ങളുടെ അവസ്ഥ അറിയുന്ന അല്ലാഹ് അവനെയാണ് സാക്ഷ്യം, അവൻ തന്നെയാണ് സാക്ഷ്യം, എനിക്കൊരു കുഴപ്പവും ഇല്ല. എന്നിട്ട് യജമാനനോട് ചോദിച്ചു, യജമാനാ, നിങ്ങൾക്ക് ഖുർആൻ അറിയോ? ഖുർആൻ ഓതാൻ അറിയോ? അപ്പോൾ യജമാനൻ പറഞ്ഞു, എനിക്കറിയാം, എന്നാലൊന്ന് ഓതിത്തരോ? അപ്പോൾ യജമാനൻ അങ്ങനെ ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധ ഖുർആനിൽ അൽ ബഖറയുടെ ആദ്യ വചനങ്ങൾ എങ്ങനെ ഓതിക്കൊടുത്തു? അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു അടിമ പെണ്ണിനാണ് ഓതിക്കൊടുക്കുന്നത്. ഈ പെണ്ണിങ്ങനെ ചാടാൻ തുടങ്ങി, അതിന്റെ കൺട്രോൾ പോയി, അങ്ങനെ എന്തൊക്കെയാവുക. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, യാ അല്ലാഹ്, എന്റെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്, കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, യാ അല്ലാഹ് മാ അലദ്ദു, എന്തൊരു മധുരമാണ് ഈ ഖുർആനിന്റെ വചനത്തിന്, എന്തൊരു സൗന്ദര്യമാ, എന്തൊരു കേൾക്കാൻ ചന്തമാണ്. അല്ലാഹുവേ, നിന്റെ വചനം കേൾക്കുമ്പോഴേക്ക് എനിക്ക് ഈ കോലത്തിൽ സന്തോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നിന്നെ നേരിട്ട് കാണുന്ന ഒരു നാളുണ്ടല്ലോ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റഹ്മാനായ റബ്ബേ, നിന്നെ നേരിട്ട് കാണുമ്പോ എനിക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടാകും. മാ അലദ്ദു, ഞാനത് ആഗ്രഹിക്കുന്നു. അല്ലാഹ്, നിന്റെ തിരുമുന്നിൽ കാഴ്ച എനിക്ക് നൽകണേ അല്ലാഹ്. നിന്റെ കലാമ് കേട്ടപ്പോഴേക്ക് എന്റെ മനസ്സിങ്ങനെ പിടിച്ചു പോയെങ്കിൽ എന്നെ കാണുമ്പോൾ എനിക്ക് എന്തൊരു മാത്രം സന്തോഷമുണ്ടാകും. ഇത് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് കരയാൻ തുടങ്ങി. എന്തൊരീമുള്ള പെണ്ണുങ്ങളല്ലേ, ഒരു അടിമ പെണ്ണ പറയുമ്പോ. അങ്ങനെ കഴിഞ്ഞ അന്ത്യയായി, രാത്രിയാകാൻ നേരത്തെ ഈ പെണ്ണിന്റെ പണി എന്താണെന്നറിയോ? ഈ പെണ്ണ് ഒളുകൊടുക്കാൻ പോയതാ. യജമാനന് വിരിപ്പൊക്കെ വിരിച്ചു കൊടുത്ത്, കട്ടിലൊക്കെ റെഡിയാക്കി, തലേണൊക്കെ വെച്ചു കൊടുത്ത് ഉറങ്ങാനുള്ള സെറ്റപ്പാ. യജമാനൻ ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് വന്നതാ. ആ സന്ദർഭത്തിൽ യജമാനനതാ ഉറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ, ആ സന്ദർഭത്തിൽ മഹാനായ അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ അടിമപ്പെണ്ണ് ചോദിക്കുന്നു, അമാ തസ്തഹി മിൻ മൗലാക്, അല്ല അല്ലാഹനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിനക്ക് നാണമില്ലേ? ആരാ തിരിച്ചടിക്കുന്നത്?
ഈ യജമാനോട് അടിമ നല്ല മട്ടത്തിലാ സംസാരിക്കണത്. പറഞ്ഞു, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുമ്പോ? നിങ്ങൾ എന്റെയൊക്കെ രക്ഷിതാവല്ലേ ആ പടച്ചോൻ? നിങ്ങളിങ്ങനെ പോത്തോലെ കടന്നുറങ്ങാൻ പോവാ, ആ അള്ളാഹു നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഉറക്കൊഴിച്ച് കാത്തിരിക്കുക. നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? അമ്മ അത്തസ്തഹീ മിൻ മൗലാക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മ അത്തസ്തഹീ മിൻ മൗലാക്. റബ്ബിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്താ സങ്കടം തോന്നില്ലേ? നിങ്ങൾക്കൊരു നാണം തോന്നില്ലേ? നിങ്ങളിങ്ങനെ ഇമാതിരി ഡ്യൂറോഫ്ലെക്സിൽ നല്ല അടിപൊളി മാട്രസിൽ മെത്തയിൽ നിങ്ങളിങ്ങനെ കിടക്കുക. നിങ്ങളുടെ റബ്ബ്, നമ്മുടെ മിടിക്കുന്ന ഹൃദയം അത് നിർത്താതെ, നമ്മുടെ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബില്യൺ അല്ല, മില്യൺ പറഞ്ഞാൽ പോരാ, ബില്യൺ അല്ല, ട്രില്യൺ കണക്കിനാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ CNS, കേന്ദ്ര നാഡീവ്യൂഹം. അതിൽ ഒരു ചെറിയ ഒരു നാഡിക്ക് അല്ലെങ്കിൽ ചെറിയ ഒരു സർക്യൂട്ട് കംപ്ലൈന്റ് ആയാൽ പിന്നെ പറയും ആക്ക് തലക്ക് വെളിവില്ല, വട്ടാണ്. ഇങ്ങനെ ആക്കിയാൽ മതി. എന്താ പ്രശ്നം? ഈ കോടാനുകോടി ഞരമ്പിൽപ്പെട്ട ഒരു ഞരമ്പ് എന്തോ ഒന്ന് സർക്യൂട്ട് തെറ്റിപ്പോയതാ. പിന്നെ അവന്റെ പേര് ഭ്രാന്തെന്നാണ്. ഈ സൗന്ദര്യമൊക്കെ അവിടെ നിൽക്കും. ഈ പിടുത്തം വിട്ട ഈ അള്ളാനെ ധിക്കരിച്ച് കളിക്കുന്ന കളിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം അവസാനിക്കും. ഒന്ന് തലക്ക് ഭ്രാന്തായ മതി, പിന്നെ വിവരം അറിയും. പിന്നെ നമ്മളറിയില്ലല്ലോ നമ്മൾ ഭ്രാന്തനാണ്. ഈ സർക്യൂട്ട് ഒന്ന് തെറ്റിപ്പോയാൽ മതി. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ അള്ളാഹു ആരാണ്? നമ്മുടെ ഹാർട്ട്, കിഡ്നി. എന്താ ഇപ്പൊ കിഡ്നി എന്നൊക്കെ പറഞ്ഞാൽ ഡയാലിസിസ് സെന്ററുകൾ ഇങ്ങനെ നമ്മുടെയൊക്കെ മുട്ടിന് ഡയാലിസിസ് സെന്ററുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ പ്രയാസം എത്രയെന്നുള്ളത് അള്ളാഹു ഇത് ഫ്രീ ആയിട്ട് ചെയ്തു തന്നിട്ട് ഒരു ബോധം നമുക്കാർക്കില്ലല്ലോ. സൂപ്പറായിട്ട് കക്കൂസ് പോണ സമയത്ത് ഇടത്തോട്ടിരുന്ന മൂത്രം പോണില്ലേ? ഈ മൂത്രം പോകാതെ ബ്ലോക്ക് ആയിട്ട് നിന്നിട്ട് ഡയാലിസിസിന്റെ പ്രവർത്തനം കിഡ്നി അത് നടത്തില്ലെങ്കിൽ ബ്ലഡ് ശുചീകരിക്കേണ്ട പണി കിഡ്നിക്കാ. 5 ലിറ്റർ ബ്ലഡ് 360 തവണ എന്ന് വെച്ചാൽ 1800 ലിറ്റർ ബ്ലഡാണ് ഒരു ദിവസം നമ്മുടെ കിഡ്നി ശുദ്ധിയാക്കുന്നത്. 1800 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 1800 ലിറ്റർ. 5 ലിറ്ററാണ് ഓരോരുത്തരുടെ ശരീരത്തിൽ. 360 തവണയാണ് ഒരു ദിവസം 24 ഹവറിൽ നമ്മുടെ കിഡ്നി നിൽക്കാതെ പ്രവർത്തിക്കുന്നത്. ആ മെഷീൻ കംപ്ലൈന്റ് ആയിട്ടില്ല. ആയവർക്കറിയാം അതിന്റെ വില. ഡയാലിസിസ് സെന്ററിലേക്ക് അവർ പോകും. നമ്മൾ അള്ളാനെ മറക്കരുത് ചെറുപ്പക്കാരാ. ഈ രോഗം നമുക്കൊക്കെ ഉണ്ടാവും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹ്ക്ക് വിചാരിച്ച അതൊന്നും വലിയ പണിയുള്ള കേസല്ല. നമ്മൾ ഈ പിടുത്തപ്പെട്ട അവസ്ഥയുണ്ടല്ലോ, ഒന്ന് അള്ളാഹുവിലേക്ക് തായിബീങ്ങളായി തൗബ ചെയ്ത് മടങ്ങാൻ നോക്കണം. ഇനി നമ്മുടെ ഹാർട്ട്, എല്ലാവർക്കും കഴിയുമെങ്കിൽ നമ്മുടെ പോയിന്റിൽ പോയതാ ഇവിടെ പിടിച്ചാൽ മതി. ഈ ലെഫ്റ്റ് ഹാൻഡ് ഡോക്ടേഴ്സ് ഇവിടെയാണല്ലോ പിടിക്കുക. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇവിടെ നിന്ന് കിട്ടും. പെണ്ണുങ്ങളത് കുറച്ച് ഡിലേ അല്ല, ഫാസ്റ്റ് ആയിരിക്കും. ആണുങ്ങളത് 72 പെണ്ണുങ്ങളത് 73, 76 വരെ പോകും. ഒരു മിനിറ്റില് 73 ആൻഡ് അബോവ് കുറച്ച് പോകും പെണ്ണുങ്ങളത്. ആണുങ്ങളെക്കാൾ കുറച്ച് കൂടും. ആണുങ്ങൾക്ക് 72, ഒരു മിനിറ്റിൽ 72. ഒരു മണിക്കൂറിൽ 4320 തവണ നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 4320 തവണ. ഒരു ദിവസം 1,3680 തവണ നിലയ്ക്കാതെ ഹൃദയം ഓടിക്കൊണ്ടിരിക്കുക. ഒരു വർഷം 3,78,43,200 തവണ ഈ ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുക. ഈ ഹാർട്ടിന്റെ ബീറ്റ് ഇന്ന് വരെ നിന്നിട്ടില്ല. നിന്നാ നമ്മളെ പേര് മയ്യത്തുന്ന മണ്ണൂരിലേക്ക് എത്തിപ്പോകും. ഈ ചിരിങ്കളിക്കൊപ്പം നിൽക്കും. ഈ ഹാർട്ടിന്റെ പ്രവർത്തനം ഒന്ന് നിലച്ചാൽ മതി. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിലേക്ക് മടങ്ങണ്ടേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഈ ഹാർട്ട് പ്രവർത്തിക്കാതെ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയോ? ഈ ഹാർട്ട് പ്രവർത്തിക്കാതെ നമുക്ക് നന്മ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം അതല്ലേ പ്രധാനം. അല്ലാഹു തആല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹുവിനോട് ഈ അടിമപ്പെണ്ണ് പറയുകയാണ്, യാ സയ്യിദി, എന്റെ യജമാനനെ, നാണമില്ലേ നിങ്ങൾക്ക്? അന്ന് രാത്രി ഈ യജമാനന് ഉറക്കം വന്നില്ല. യജമാനൻ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഈ അടിമപ്പെണ്ണിന്റെ സൗണ്ട് സുജൂദിൽ വെച്ചുകൊണ്ട് അവൾ ദുആ ചെയ്യുന്നു. സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി. അത് ദുആ ചെയ്തതിന് ശേഷം ആ പെണ്ണതാ പറയുന്നു, ബിഹുബ്ബിക ഇയ്യാ ലാ തുഅദ്ദിബ്നി, ബിഹുബ്ബിക ഇയ്യായി, അല്ലാഹുവേ നിനക്ക് എന്നോടുള്ള മഹബ്ബത്ത് കാരണം നീ എന്നെ ശിക്ഷിക്കല്ല അല്ലാഹ്. യജമാനന്റെ ഉറക്കല്ലാണ്ടായത്. യജമാനൻ ആകപ്പാട് അള്ളാനെ ചിന്തിക്കാൻ തുടങ്ങി.
ഈ പെണ്ണ് പറയുന്നത് കേട്ടപ്പോൾ ആകെ ലക്കും ലഗാനുമില്ലാണ്ടേ. ആ പെണ്ണ് പറയുന്നത്, നിനക്ക് എന്നോടുള്ള സ്നേഹം കാരണം എന്നെ നീ ശിക്ഷിക്കരുത് അല്ലാ, എന്നെ നീ ശിക്ഷിക്കരുത് അല്ലാ, നിനക്ക് എന്നോടുള്ള മഹബത്ത്. അപ്പൊ ഈ യജമാന്റെ സംശയം, ഈ പെണ്ണ് പറഞ്ഞത് തെറ്റിപ്പോയോ? കാരണം എനിക്ക് നിന്നോടുള്ള മഹബത്ത് എന്ന് പറയുന്നതിന് പകരം നിനക്ക് എന്നോട് മാറിപ്പോയതാണോ എന്ന് വിചാരിച്ചു. അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം യജമാൻ ചോദിച്ചു, അല്ല പെണ്ണെ, നീ പറഞ്ഞത് എന്താ? ബിഹബ്ബിക ഇയ്യായ, നിന്റെ മഹബത്ത് എന്നോടുള്ള അത് നീ തെറ്റി പറഞ്ഞതാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അല്ല, അത് ബോധപൂർവം പറഞ്ഞതാണു ഞാൻ. കാരണം ഈ അർദ്ധരാത്രി സമയം തഹജ്ജുദ് നിസ്കരിക്കാൻ എന്നെ എണീപ്പിച്ച അല്ലാഹ് എന്നോടുള്ള മഹബത്ത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ എണീപ്പിക്കുമോ? എത്ര ആൾക്കാരാ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത്. എന്നെ ഇപ്പോൾ റബ്ബിലേക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കാനായി എണീപ്പിച്ച അല്ലാഹ് അവൻ എന്നോടുള്ള മഹബത്ത് കൊണ്ടല്ലേ എന്നെ എണീപ്പിച്ചത്. ഉറങ്ങിക്കിടക്കുന്ന എത്ര ആളുകളുണ്ട് ഇപ്പോൾ. ഞാൻ അല്ലാഹുവിലേക്ക് എനിക്ക് മടങ്ങാൻ, തൗബ ചെയ്ത് മടങ്ങാൻ, മഗ്ഫിറത്ത് ചോദിക്കാൻ പറ്റിയ സമയമായ വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴത്തിന്റെ സമയത്തിൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിനെ വിളിച്ചുണർത്തിയത് എന്നോടുള്ള മഹബത്ത് കൊണ്ടാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമുക്കും അല്ലാഹുവിനോടുള്ള ഈ മഹബത്ത് ഉണ്ടായാൽ, കുറെ ചെറുപ്പക്കാരൊക്കെ അല്ലാഹനെ പേടിച്ച് ഇപ്പൊ പള്ളിക്ക് തന്നെ കയറാതായി. അങ്ങനെ പേടിക്കരുത്. അല്ലാഹനെ പേടിക്കല്ലേ വേണ്ടി, അല്ലാഹനെ സ്നേഹിക്കാണ് വേണ്ടി. ആ സ്നേഹം അതിഗംഭീരമാകുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ അല്ലാഹുവിനോടുള്ള മഹബത്ത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സലാമത്തായി കിട്ടും. അല്ലാഹു തആല നമുക്ക് റാഹത്താക്കി തീർക്കട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആൻ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ഉളരി വരണേ, വളരെ പെട്ടെന്ന് വരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് പെട്ടെന്ന് ചെല്ലണം. ഇനി നോക്കി നിൽക്കാൻ നമ്മുടെ മുമ്പിൽ ടൈമില്ല. ഈ മാസത്തിലെ വളരെ പ്രധാനമായ ദിവസങ്ങളാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണപ്പെട്ട മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിൽ മഗ്ഫിറത്തിനുള്ളത്. അല്ലാഹു നമ്മുടെ ദോഷങ്ങളെല്ലാം വിട്ടുപുറത്ത് മാഫാക്കി തീർക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏത് പാപം എന്ന് പാപത്തിന്റെ വലിപ്പം നോക്കണ്ട, അല്ലാഹു തആല എന്തും പുറത്തു തരും. സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബീബായ നബി തങ്ങളുടെ പിതാവിന്റെ സഹോദരനാണ് സയ്യിദുനാ ഹംസത്തുൽ ഖറാർ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിന്റെ ഭൂമികയിൽ അവിടെ വെച്ചുകൊണ്ട് കൊന്നതാണ്. ചാട്ടുള്ളിയിലൂടെ കൊന്നിട്ട് അവിടുത്തെ കരൾ പിളർത്തിയിട്ട് ഹിന്ദ് എന്നവരെ കൊണ്ട് ചവച്ച് തുപ്പിയിട്ട് ഈ കോലത്തിൽ ആ മൃതശരീരത്തോട് വല്ലാതെ കാബാലികമായ മനസ്സ് കാണിച്ച ഹംസത്തുൽ ഖറാർ തങ്ങളെ വല്ലാണ്ട് വേദനിപ്പിച്ചിരിക്കുന്ന ആളാണ് മഹാനായ സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു. ആ വഹ്ശി റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതുകയാണ്. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു കത്തെഴുതി, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു അൻ മുസ്ലിം, എനിക്ക് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരാനുള്ള മോഹമുണ്ട് നബിയേ, പക്ഷേ എന്നെ അനുവദിക്കുന്നില്ല. മനഅത്നി ആയത്തുൻ നസലത് അലൈക യാ റസൂലല്ലാഹ്, നബി തങ്ങളെ നിങ്ങളുടെ ഖുർആൻ, നിങ്ങളുടെ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ ഒരായത്ത് എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു, എനിക്ക് എന്നെ തടസ്സപ്പെടുത്തുന്നു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. എന്നിട്ട് വഹ്ശി ആ ആയത്ത് താഴെ കൊടുത്തു. അതിൽ പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. 3 കാര്യങ്ങൾ അല്ലാഹു തആല എടുത്തു ധരിക്കുകയാണ്. അള്ളാഹുവിനോട് വിളിച്ച് അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത് ചെയ്തിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വേറെ ആളുകളെ കൊന്നിരിക്കുന്നവർ, കൊലപാതകം നടത്തിയവർ, അതുപോലെ വ്യഭിചാരം നടത്തിയവർ, അഡൽട്ടറി ചെയ്തവർ, ഈ ആളുകൾ ഒരിക്കലും ആരെങ്കിലും ഈ തെറ്റുകുറ്റം ചെയ്താൽ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ പ്രതിയാകും. ഈ ആയത്താണ് മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് എഴുതി അറിയിച്ചു.
സ്വീകരിച്ചത്. അതുകൊണ്ട് എനിക്ക് തടസ്സമുണ്ട്, ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് പ്രയാസമുണ്ട്. ഹബീബ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹബീബ നബി തങ്ങൾക്ക് കത്ത് കിട്ടി. നബി തങ്ങൾ ഇതിങ്ങനെ വായിച്ചു. അള്ളാഹു കാണുന്നുണ്ടല്ലോ. അള്ളാഹുടെ ആയത്തിറക്കി, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ, തൗബ ചെയ്ത ആളുകൾ ഒഴികെ, അമൽ സാലിഹാത്ത് ചെയ്തവരൊഴികെ അവരെന്തായാലും രക്ഷപ്പെടും. അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. അവർ നാളെ രക്ഷപ്പെട്ടവരിൽ പെട്ടു. അപ്പൊ അത് വഹ്ശിയ കത്ത് കാണാൻ, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ. അപ്പൊ വഹ്ശി റളിയല്ലാഹു അൻഹു തിരിച്ചങ്ങോട്ട് എഴുതി, ഇതിൽ അല്ലാഹു തആലയുടെ തൗബ ഞാൻ ചെയ്തോളാം, പക്ഷെ അമലു സാലിഹാത്ത് ഞാൻ ചെയ്യുന്നതൊക്കെ അല്ലാഹു സ്വീകരിക്കുമെന്ന് എനിക്ക് എന്ത് ഗ്യാരണ്ടിയാണ്? അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട് ഇസ്ലാമിലേക്ക് വരാൻ. ഈ കത്ത് നബി തങ്ങൾ വായിച്ചു. നബി തങ്ങൾ വായിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവേ, വഹ്ശി ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ. ഉടനെ അടുത്ത ആയത്തിറങ്ങി, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല അവന്റെ മേൽ ശിർക്ക് വെച്ചാൽ പൊറുക്കില്ല, അല്ലാത്ത എന്ത് പാപവും അല്ലാഹു പൊറുക്കും. പക്ഷേ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. വഹ്ശി അയ്മലം കണ്ട് പിടിച്ചു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുക്കുള്ളൂ. അപ്പൊ ഞാൻ ആ ഉദ്ദേശിക്കുന്നവരിൽ ഞാൻ ഉണ്ടാവോ? എന്ത് ഗ്യാരണ്ടി എനിക്കുള്ളത്? നബിതങ്ങൾ ഇതിങ്ങനെ കാണാണ്. അപ്പൊ അല്ലാഹു തആല അടുത്ത ആയത്തിറക്കി, നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല ഏത് പാപ പൊറുക്കാത്തത്? ഇത് മഗ്ഫിറത്തിന്റെ പത്തല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഒരുപാട് തെറ്റ് ചെയ്തില്ലേ? അഫല്ലാഹു അമ്മാ സലഫ്, അല്ലാഹു ചെയ്തതൊക്കെ മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള കാലം നമ്മൾ നന്നാക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ അല്ലാഹു തആല ആയത്തിറക്കി. വഹ്ശിക്ക് വേണ്ടി മാത്രമല്ല, നമുക്കെല്ലാവർക്കും വേണ്ടി അല്ലാഹു ആയത്തിറക്കി, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല ഒരു കണ്ടീഷനും ഇല്ലാണ്ട് പറഞ്ഞു, അല്ലാഹു എല്ലാ പാപം പൊറുക്കും. അടിമകളെ, നിങ്ങൾ ഒട്ടും നിരാശരാകരുത്, ഒട്ടും നിരാശരാകരുത്. ഈ ആയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു കാര്യമുണ്ട്. തഫ്സീറിൽ കാണാം, നബി തങ്ങൾ വിശദീകരിക്കുക, അല്ലാഹു തആല നാളെ സ്വർഗ്ഗലോകത്തിലേക്ക് നരകലോകത്തിലേക്ക് പോകേണ്ട ആളുകളെ തീരുമാനിച്ചു. ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ. എല്ലാവരെയും നിശ്ചയിച്ചു കഴിഞ്ഞു. സബാനിയ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അതിലേക്ക് വിധിക്കപ്പെട്ട ആളുകളെ. അവർക്ക് ഉറപ്പാഞ്ഞ് രക്ഷപ്പെടൂല. പക്ഷെ അതിൽപ്പെട്ട ഒരാളെ കഥ പുണ്യനബി വിശദീകരിച്ച് തരുന്നുണ്ട്. അയാൾ ഇങ്ങനെ നരകത്തിലേക്ക് അല്ലാഹുവിന്റെ മാലാക്കമാർ കൊണ്ടുപോകുന്ന വഴിമധ്യേ അയാൾ ഇങ്ങനെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുകയാണല്ലോ, ബാക്കോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുക. അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ബാക്ക്. നല്ല രസമുണ്ട് ഈ ഹദീസ് കാണാൻ, തഫ്സീറിൽ കാണാം. അപ്പൊ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇത് പറയുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇയാൾ മാത്രം തിരിഞ്ഞു നോക്കുക, വേറെ ആരും തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ അല്ലാഹു തആല ഓർഡർ ഇട്ടു, അയാൾ എന്തിനാ തിരിഞ്ഞു നോക്കണമെന്ന് ചോദിക്കുന്നു. മലക്കുകൾ പോയിട്ട് ചോദിക്കുക, സബാനിയാക്കൾ, നിങ്ങൾ എന്തിനാ ബാക്കോട്ട് തിരിഞ്ഞു നോക്കണം? അല്ലാഹു ചോദിക്കുന്നു. അപ്പൊ അയാൾ പറയാ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമല്ലേ? ഞാൻ നരകക്കാരനാണ്, ഞാൻ അതിന് മാത്രം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്റെ വിചാരണ കഴിഞ്ഞു, എല്ലാം എനിക്ക് ഉറപ്പാണ്. എന്നാലും 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 എന്റെ റബ്ബിൽ എനിക്ക് പ്രതീക്ഷ നശിച്ചിട്ടില്ല. എന്റെ റബ്ബിലുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ റബ്ബെന്നെ അഥവാ രക്ഷപ്പെടുത്തിയാലോ എന്ന് വിചാരിച്ചു ഞാൻ നോക്കിയതാ. അല്ലാഹു പറഞ്ഞു, അയാളെ കൊണ്ടുപോയി സ്വർഗത്തിലിടൂ, അയാൾ നരകക്കാരനല്ല എന്ന് അല്ലാഹു പറഞ്ഞു തിരിച്ചു കൊണ്ടുപോയി. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം നോക്കണം. നിങ്ങൾ മനസ്സിലാക്കി, നമ്മളെക്കാൾ നമ്മൾ സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കണം നമ്മളെ പടച്ചോനാണ്, നമ്മളെ നബിയാണ് മുഹമ്മദ് മുസ്തഫ. ഹദീസ് എത്രയുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെക്കാൾ നമ്മൾ സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കണം നമ്മൾ അള്ളയാണ്. ഒരു ചെറിയ അമല് ചെയ്താൽ ഭയങ്കര കൂലി. ഒരു ചെറിയ 10 സെക്കൻഡ് ഇല്ല, ഒരു അമല് ചെയ്താൽ ഭയങ്കര കൂലിയാണ്. നോക്കൂ നിങ്ങൾ, വുളൂഇന് ശേഷമുള്ള ദിക്ർ എല്ലാവർക്കും അറിയില്ലേ? വുളൂഇന് ശേഷമുള്ള ദിക്ർ. ഇനി നിങ്ങൾ ഒരു കാര്യം, ഞാനടക്കാണ് പറയുന്നത്, ഇങ്ങനെ ചൂണ്ടിയാൽ 3 എണ്ണം എന്നിലേക്കാണെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, ഇന്ന് ഇവിടുന്ന് പറയുന്ന എല്ലാം
ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുള്ളാഹുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഈ ഒരാഴ്ച പരിപൂർണമായിട്ട് പതിവാക്കുക. 4 കാര്യം റമദാനിൽ മൊത്തം പതിവാക്കാൻ പറഞ്ഞു. ഇത് ഒന്ന് ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ 2 ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുള്ളാഹ്. പിന്നെ സ്വർഗ്ഗം ചോദിക്കണം, അസ്അലുക്കൽ ജന്ന. പിന്നെ നരകത്തെ തൊട്ട് അഊദു ബിക മിനന്നാർ. ഇത് 4 ആണ് എപ്പോഴും ചോദിക്കേണ്ടത്. റമദാൻ 1 മുതൽ 30 വരെ ചോദിക്കേണ്ടത് അതാണ്. എന്നാൽ അതിൽ തന്നെ ഓരോന്ന് സെപ്പറേറ്റ് വരിക. ആദ്യം റഹ്മത്ത്, പിന്നെ മഗ്ഫിറത്ത്. ഇനി അസ്തഗ്ഫിറുള്ളാഹ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ മാക്സിമം വർദ്ധിപ്പിക്കുക. ഈ ഒരൊറ്റ ആഴ്ച നമ്മുടെ മുമ്പിൽ ടൈമുണ്ട്. എന്ത് തന്നെ തെറ്റ് ചെയ്തോലും. പിന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോടൊക്കെ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ സാധനം, ഈ മൊബൈൽ, ഈ ഡിവൈസസ്, ഇതൊക്കെ ഇന്നത്തെ ഒരുപാട് തെറ്റുകൾക്ക് കാരണമാണ്. അപ്പൊ കഴിവിന്റെ പരമാവധി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അല്ലെങ്കിൽ വാട്സപ്പിൽ അക്കൗണ്ട് ഉള്ളവർ ഹറാമ് പലതും ഉണ്ടാവും. അത് ഇന്ന് മുതൽ കണ്ണു ചിമ്മ. അതിനോടൊക്കെ ബൈ ബൈ, ഗുഡ് ബൈ, സലാം പറയാം ഇൻഷാ അല്ലാഹ്. അതിലൊക്കെ മനസ്സിങ്ങനെ വിങ്ങൽ കൊള്ളും. ഇന്നലെ ഒരു പെൺകുട്ടി പുതിയതായിട്ട് കയറി വന്നിട്ടുള്ള ചാറ്റിങ്. പക്ഷേ നോക്കണ്ട, അത് ഹറാമാണ്. അത് പോകും തോറും നമുക്ക് അദാബേ വരുള്ളൂ, ഇടങ്ങേറെ അവളെ കൊണ്ടുണ്ടാവുള്ളൂ. അള്ളാഹുവിലേക്ക് മടങ്ങി. ഈ കോലത്തിൽ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ ഓൾവേസ് ട്രാപ്ഡ് ആണ്. നമ്മൾ അള്ളാഹുവിന്റെ കെണിയിലാണ്. അത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇപ്പൊ നോക്കൂ, ജിഷ വധക്കേസ് എന്തൊരു മാത്രം. അതിപ്പോ പ്രതി അല്ലാന്നിപ്പോ ഇന്നത്തെ പത്രത്തിൽ എന്തൊക്കെ അതിന്റെ സൂചന. അള്ളാഹു അല്ല എന്തോ ആവട്ടെ, അത് തുമ്പുമാൽ ഉണ്ടായെന്നും ഇല്ല എന്നും ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ ശാസ്ത്രീയ തെളിവ് അദ്ദേഹത്തെ പ്രതിയാക്കാൻ അനുകൂലമല്ല എന്ന് കേൾക്കുന്നു. അള്ളാഹു അലം. എല്ലാം അള്ളാഹ്ക്കറിയാം കാര്യങ്ങൾ. പക്ഷെ എന്നാലും അതൊരു തുമ്പുണ്ടായി എന്ന് ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ, സർക്കാർ വലിയ അഭിമാനം കൊള്ളുമ്പോൾ, എന്തോ ആവട്ടെ, അത് കണ്ടെത്തി അല്ലേ? എന്തൊരു മാത്രം ഈ ദുനിയാവിലാണ് ഇപ്പത്. അപ്പൊ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല, ഉറപ്പ്. കേരള പോലീസ് വിചാരിച്ചാൽ എന്ത് തെറ്റും ഇവിടെ കണ്ടെത്താൻ കഴിയാറുണ്ട്. അത് കേരള പോലീസ് മനുഷ്യന്മാരാ. അള്ളാന്റെ മലായികത്ത് കേരള പോലീസ് അല്ല. അള്ളാന്റെ മലായികത്ത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പവറുള്ളവരാ. നമ്മൾ ചിന്തിക്കണം. ഫുൾ ടൈം നമ്മൾ നിരീക്ഷിക്കാൻ 2 ആള്, റഖീബ്, അതീദ്. ഒരൊറ്റ ഒരു നിമിഷം പോലും നമ്മൾ ഉറങ്ങിയാലും അവർ ഉറങ്ങൂല. ചിന്തിക്കണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അള്ളാന്റെ വീക്ഷണ ക്യാമറ അത് നമുക്ക് നേരെ എപ്പോഴും. യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്ലാസ്ഡ് CT സർവൈലൻസിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു മാത്രം ബേജാറാണ്. CCTV നിരീക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പേടിയാ. അള്ളാന്റെ ക്യാമറ നിങ്ങൾ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അള്ളാഹ് നോക്കി നിൽക്കുകയാണ്. 2 മലക്കുകൾ വേറെ, മലായികത്തും ബിൽ ലൈൽ വേറെ, മലായികത്തും ബിൻ നഹാർ വേറെ. ഇതൊക്കെ നമ്മളെ നോക്കാനാ. പുറമെ നമ്മുടെ തൊലി അല്ലേ, ബിഗ്ഗസ്റ്റ് ഓർഗൻ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലോങ്സ്റ്റ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഇൻ ദി ഹ്യൂമൻ ബോഡി സ്കിന്നാണ്, ഡേം. ഈ ഡേം എന്ന് പറഞ്ഞ തൊലിയാണ്. ഈ തൊലി അത് നാളെ നമുക്കെതിരെ സാക്ഷി പറയും. യൗമ തശ്ഹദു അലൈഹിം ജുലൂദുഹും. തൊലി സാക്ഷി പറഞ്ഞ പിന്നെ കുടുങ്ങിയില്ലേ? കിസ് ചെയ്തത്, തൊട്ടത്, പിന്നെ എന്താക്കിയത്, ടൈപ്പ് ചെയ്തത്, ഇതൊക്കെ തൊലിയാണ്. ഇതൊക്കെ പറയും. അവൾക്ക് ഇന്ന റൊമാൻറ്റിക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നീ പറയണ്ട, നിന്റെ തൊലി പറയും, നിന്റെ തൊലി പറയും. അതാണ് യൗമ തശ്ഹദു അലൈഹിം. അപ്പൊ തൊലിയോട് അല്ലാഹു ചോദിക്കും. തൊലിയോട് ശരീരം ചോദിക്കും, പ്ലീസ് എന്തിനടി നീ എന്നെ പെടുത്തിയത് എന്ന് ശരീരം തൊലിയോട് ചോദിക്കും. അപ്പൊ ഖുർആൻ പറയുന്നുണ്ട്, അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ഷൈഇൻ. എല്ലാ വസ്തുക്കൾക്കും സംസാര ശേഷി തന്ന ആ അല്ലാഹു എന്നോടും സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ തൊലി പറയാം, ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, എന്നോട് അല്ലാഹ് പറയാൻ പറഞ്ഞു. പിന്നെ ചെയ്ത തെറ്റ് ഇനി എനിക്ക് മറച്ചു വെക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ കുടുങ്ങിയിരിക്കുക. പിന്നെ നമ്മളെ നോക്കാനായിട്ട് ഇനിയുള്ളത് ഭൂമിയാണ്. ഈ ഭൂമിയിൽ നമ്മൾ എവിടെന്നെങ്കിലൊക്കെ തെറ്റ് ചെയ്യും അല്ലേ? ആ തെറ്റ് ചെയ്യുന്ന സ്ഥലത്തിന് ആ സ്ഥലം അള്ളാഹുവോട് നാളെ സാക്ഷി പറയും. അങ്ങനെയല്ലേ ഇദാ സുൽസിലത്ത് സൂറത്തിൽ അള്ളാഹു പറയണത്, യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. മാഷാ അല്ലാഹ്. ഭൂമി, നീ നിന്ന ആ സ്ഥലം നിനക്കെതിരെ സാക്ഷി പറയും. യാ അല്ലാഹ്, നമ്മളൊരു തെറ്റ് ചെയ്ത സ്ഥലം, നമ്മളെന്നോ ആ തെറ്റൊക്കെ ചെയ്ത് നമ്മളങ്ങോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ ഭൂമി ഇപ്പോൾ അവിടെ ഉണ്ട്. ആ ഭൂമി പറയും, അവൻ ഇവിടെ വെച്ച് വിഭജിച്ചിട്ടുണ്ട്, അവൻ ഇവിടെ വെച്ചിട്ടാ മറ്റേ ഹറാമ് ചെയ്തത്, അവൻ ഇവിടെ വെച്ചിട്ടാ ഇന്നാലെ ഹറാമ് ചെയ്തത്. യാ അല്ലാഹ്, അതുകൊണ്ട് നമ്മൾ ടോട്ടലി ട്രാപ്ഡ് ആണ്. അള്ളാന്റെ മുമ്പിൽ കെണിയിലകപ്പെട്ടിരിക്കുകയാണ്. മാപ്പ് ചോദിക്കണേ മുഅ്മിനേ. പ്രിയപ്പെട്ട സമുദായമേ, ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ഇന്ന് തന്നെ അള്ളാഹുവേ പുറത്തു തരണേ അല്ലാഹ്. വഹ്ശിക്ക് പുറത്തു കൊടുത്ത അള്ളാഹ്ക്ക് നമുക്ക് പുറത്തു തരുന്നതിന് എന്താ അള്ളാഹ് പുറത്തു തരൂലേ? പക്ഷെ ചോദിക്കണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക. എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ആദ്യം എന്നോടാണ് പറയുന്നത്, നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ഒരു മാസത്തിൽ ഇനിയുള്ള ഈ ദിവസങ്ങൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം നമ്മൾ അതിനുവേണ്ടി നന്നായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുക. അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിനോട് മഗ്ഫിറത്ത്
നമ്മുടെ എസ്കേഎസ്എഫിന്റെ സഹോദരന്മാർ ഇത്രയും വലിയൊരു പരിപാടി അല്ലേ, സംസാർ ഉസ്താദൊക്കെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വലിയ ബാധ്യതയുള്ള പരിപാടിയാണ്. ഉസ്താദിനൊന്നും വേണ്ടിയിട്ടല്ല, പക്ഷെ ഉസ്താദിന് അതിനായിട്ട് വരുമ്പോൾ അതിന്റെ ചെലവ് നമ്മൾ കാണണമല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള വലിയ പരിപാടികളൊക്കെ ആയി നമ്മൾ ഇവിടെ സംഘടിപ്പിക്കും. ഈ പന്തലിനൊക്കെ വലിയ പൈസ വരും. ആരെങ്കിലും ഇത് സ്പോൺസർ ചെയ്തിട്ടൊന്നുമില്ല അല്ലേ? സ്പോൺസർ ചെയ്തണോ? ഇല്ല. അതുപോലെ അല്ലേ ധൈര്യത്തിലില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നല്ല ബാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മാക്സിമം സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി. അൽഹംദുലില്ലാഹ് സഹോദരിമാരൊക്കെ സ്വർണ്ണങ്ങൾ ഊരി തരാൻ തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് നേരത്തെ ഒരു സഹോദരി സ്വർണ്ണമോതിരം, വീണ്ടും ഒരു സഹോദരി സ്വർണ്ണമോതിരം. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്കുള്ള പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് അല്ലാഹു പറഞ്ഞതാണ്, ഹബീബ് പറഞ്ഞതാണ്, നിങ്ങൾ മാക്സിമം സ്വതക്ക ചെയ്തുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അല്ലാഹുവിനോട് തൗബ ചോദിക്കുക എന്ന്. അല്ലാഹു തആല നമുക്ക് മാഫാക്കി തരട്ടെ. എന്ത് തെറ്റും പടച്ചോൻ പുറത്തു തരും. ശിർക്ക് ചെയ്താൽ പിന്നെ തൗബ ചെയ്ത് തെറ്റ് കാര്യമില്ല എന്ന് പറയാം. പക്ഷെ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അതും അല്ലാഹു പുറത്തു തരും. അല്ലാഹ്ക്ക് അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ കോലത്തിലാകാൻ പറ്റുമോ? നമ്മൾ അല്ലാഹു തആല പൊറുക്കാൻ വേണ്ടി റെഡിയാവുക. അപ്പൊ പറഞ്ഞു വരുന്നത്, നേരത്തെ പറഞ്ഞപ്പോൾ അല്ലാഹു തആല അയാളെ സ്വർഗത്തിലേക്ക് വിട്ടു. ഇത്രയേ ഉള്ളൂ അള്ളാഹുവിന്റെ മനസ്സ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്വർഗത്ത് കിടക്കണം. അള്ളാഹ്ക്ക് നമ്മളെക്കാൾ പൂതിയ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, വുളൂവിന്റെ ശേഷമുള്ള ദിക്ർ എന്തായിരുന്നു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുള്ളാഹി അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് വുളൂ എടുത്ത പാടെ ആരെങ്കിലും ഈ ദുആ ഒരു വട്ടം ദുആയിരുന്നാൽ ഉമർ തങ്ങളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകൾ അയാൾക്ക് വേണ്ടി അല്ലാഹു തുറന്നു തരും. ഷഫീഉനാ റസൂലുള്ളാഹ് 8 വാതിലെ ഇഷ്ടമുള്ളതിലൂടെ കടന്നടോ, നിനക്ക് സ്വാതന്ത്ര്യം. എന്താ പോൻ ചെയ്തത്? ഇവിടെ മല മറച്ചോന് എവറസ്റ്റ് കീഴടക്കിയോ? ഇല്ലല്ലോ. ഒരു 10 സെക്കൻഡ് ഇല്ലല്ലോ ഈ അമല്. ഒരു 10 സെക്കൻഡ് ഉണ്ടാ. ഇതിനാണ് 8 സ്വർഗത്തിന്റെ വാതിലേ. അല്ലാഹു തആലക്ക് നമ്മൾ ആഗ്രഹിക്കണേക്കാൾ അല്ലാഹു ആഗ്രഹിക്കണം നമ്മൾ സ്വർഗ്ഗത്ത് പോകണം. ഇനി നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എവിടത്തേക്കായി റമളാനിന്റെ ഈ മാസങ്ങൾ, ഈ ദിവസങ്ങൾ അല്ലാഹു തആല നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേമാതിരി ഇത് കഴിഞ്ഞാൽ വുളൂ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടം ആരെങ്കിലും ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിയാൽ, ഒരു വട്ടം ഓതിയാൽ അവൻ സിദ്ദീഖീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലാണ്. 2 വട്ടം ഓതിയാൽ ശുഹദാക്കളുടെ കൂടെ സ്വർഗ്ഗത്തിലാണ്. 3 വട്ടം ഓതിയാൽ നബിമാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഭാഗ്യമുണ്ടാകുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓത അത്ര പണിയുണ്ട്. കിടക്കുന്നത് ആരുടെ കൂടെ? ഫിർദൗസിൽ നബി തങ്ങളുടെ കൂടെ. യാ അല്ലാഹ്, ഇത്ര വലിയ ഓഫർ അല്ലാഹു നമുക്ക് തരുന്നത്, നമ്മളെക്കാൾ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലാഹു ജല്ല ജലാലുവാണ്. അതേമാതിരി നമ്മൾ എന്ത് ചെയ്യാ? ഇപ്പൊ ഈ സദസ്സ് മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയാൽ പിന്നെ പിരിയും. ആ പിരിഞ്ഞു പോണ സമയത്ത് ഒരു ദിക്ർ ചൊല്ലാണ്ട് 3 വട്ടം അഷ്ഹദു അല്ലാ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക 3 വട്ടം. അത് നമ്മൾ പെടുന്ന സലാത്തല്ലി പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ മറക്കരുത്. മുഅ്മിനീങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ പിരിഞ്ഞു പോകുമ്പോൾ ഇത് 3 വട്ടം ചൊല്ലൽ നബിയുടെ ചര്യയാണ്. എന്ത്? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അതിൽ ഇസ്തിഗ്ഫാർ ഉണ്ട് അല്ലേ? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. പിന്നെ ഏടുകളിലൊക്കെ ഉണ്ടാവും ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് നിർബന്ധമായിട്ട് മനപ്പാടാക്കണം ഞാനും നിങ്ങളും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവിനെ ഇതിനേക്കാൾ ഇഷ്ടമുള്ള ഒരു ഇസ്തിഗ്ഫാറിന്റെ വചനമില്ല. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ നമ്മൾ അത് പതിവാക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും മരിക്കുന്നത് വരെ സുബഹിക്ക് ശേഷം 1 വട്ടം, മഗ്രിബിന് ശേഷം 1 വട്ടം ഇത് മറക്കാതെ ചൊല്ലിയാൽ സുബഹിക്ക് ചൊല്ലി മഗ്രിബിന് മുമ്പ് അവൻ എപ്പം മരിച്ചാലും അവൻ സ്വർഗ്ഗത്തിലല്ലാതെ കിടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹ്. മഗ്രിബിന് ചൊല്ലി സുബഹിന്റെ മുമ്പ് എപ്പം തന്നെ മരിച്ചാലും അവന് സ്വർഗ്ഗത്തിലേക്കല്ലാതെ അവന്റെ ശരീരം പോവുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹി. ഇത്
ഇത് പഠിക്കാൻ അത്ര വലിയ പണിയുണ്ടാ. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി അങ്ങാടിയിലേക്ക് പോവാം. മീൻ മാർക്കറ്റിലേക്ക്, ഇറച്ചി മാർക്കറ്റിലേക്ക്, കോഴി മാർക്കറ്റിലേക്ക്, ജ്വല്ലറിയിലേക്ക്, ടെക്സ്റ്റൈൽസിലേക്ക് നമ്മൾ പോവാം. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലേ? എന്തായാലും പഠിക്കാനുള്ളത് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ അത്രേ പഠിക്കാനുള്ളൂ. മറ്റേ നമുക്കറിയാം. ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു നമുക്കറിയാം. വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ ഇത്രയാണ് ചേർക്കാനുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാരെങ്കിലും അങ്ങാടിയിൽ ഇരട്ടി അങ്ങാടി കണ്ടുപോയി, വിളക്കോട് അങ്ങാടി കണ്ടുപോയി, മാർക്കറ്റിലേക്ക് കണ്ടുപോയി, ജ്വല്ലറി കണ്ട് കയറി, ടെക്സ്റ്റൈൽസ് കണ്ട് കയറി, കയറുമ്പോൾ ഇത് ചൊല്ലിയാൽ അള്ളാഹു 10 ലക്ഷം നന്മ നമ്മുടെ അക്കൗണ്ടിൽ എഴുതി വെക്കുന്നതാ. 10 ലക്ഷം തിന്മ നമ്മൾ ചെയ്തത് അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്. സ്വർഗത്തിലൊരു വീട് അള്ളാഹു റെഡിയാക്കി വെക്കുന്നതും ആണ്. 3 ഓഫറാ. നമ്മളെക്കാൾ ആഗ്രഹം നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് ആർക്കാണ്? നമ്മൾ അള്ളാഹ്ക്കും നമ്മളെ റസൂലിനാണ്. യാ അല്ലാഹ്, അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ എല്ലാ ദിവസവും ഖുർആൻ ഓതുമ്പോൾ, രാവിലെ ഖുർആൻ ഓതുന്ന ആളുകൾ സൂറത്തുൽ അൻആമിന്റെ ആദ്യത്തെ 3 ആയത്തുകൾ പതിവാക്കണം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അദ്ദുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ ഹുവല്ലദീ ഖലഖകും മിൻ തീനിൻ സുമ്മ ഖളാ അജലാ വഅജലുൻ മുസമ്മൻ ഇൻദഹു സുമ്മ അൻതും തംതറൂൻ വഹുവല്ലാഹു ഫിസ് സമാവാതി വഫിൽ അർളി യഅലമു സിർറകും വജഹറകും വയഅലമു മാ തക്സിബൂൻ. 2-3 ദിവസം കൊണ്ട് നിങ്ങൾ ഇത് കാണാപ്പാഠം പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പഠിക്കും. എല്ലാ ദിവസവും ഇത് രാവിലെ ഒരാൾ ഓതിയാൽ ശൈഖുനാ ശംസുൽ ഉലമ ഇത് എല്ലാ ദിവസവും പരിപൂർണമായി ഓതുമായിരുന്നു. അൻആം സൂറത്ത് ആരെങ്കിലും 3 വട്ടം അൻആമിന്റെ ആദ്യത്തെ 3 ആയത്ത് ഖുർആൻ ഓതുന്നതിന് മുമ്പ് രാവിലെ ഓതിയാൽ 70,000 മലായികത്തുകൾ നമുക്ക് വേണ്ടിയിട്ട് മരിക്കുന്നത് വരെയല്ല, ഖിയാമത്ത് നാൾ വരെ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി. ഈ ഹദീസ് ബൈലാവിയിലുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി സൂറത്തുൽ ഹശ്റിന്റെ ഒടുവിലത്തെ 4 ആയത്ത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുൽ അസീസുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الاسماء الحسنى يسبح له ما في السماوات والارض وهو العزيز الحكيم. ഇത് ചൊല്ലിയാൽ മഗ്രിബിന് ശേഷം സുബഹിക്ക് ശേഷം ചൊല്ലണം. എല്ലാ ദിവസവും മഗ്രിബിനും സുബഹിക്കും ഇത് ചൊല്ലിയാൽ അവന് കിട്ടുന്നത് 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി മഗ്ഫിറത്ത് നടത്തും. മഗ്ഫിറത്തിന്റെ 10. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് അല്ലാഹു തആല ബോധം നൽകട്ടെ. ഇത് ഇപ്പൊ മാത്രമല്ല, നമ്മൾ മെരിക്കോളം പതിവാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇത് ചൊല്ലിക്കഴിഞ്ഞ് ഒരാള് പതിവാക്കി കഴിഞ്ഞാൽ 70,000 മലായികത്തുകളോ മെരിക്കോളം, അത് ഖിയാമത്ത് നാളോളം ഓഫറല്ല, മെരിക്കോളം അല്ലാഹു തആല മലായികത്തിനെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ ഏർപ്പാടാക്കുമെന്നാണ്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അതുപോലെ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. അങ്ങനെയെങ്കിൽ അദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമ, അല്ലാഹു മഗ്ഫിറത്ത് അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ്. അത് എങ്ങനെയുള്ള ആളുകൾ? ഒരു ഭാര്യ എണീറ്റു, ഭർത്താവിനെ വിളിച്ചു. ഒരു ഭർത്താവ് എണീറ്റു, ഭാര്യയെ വിളിച്ചു. 2 പേരും ഫസല്ലയാ, അങ്ങനെ 2 ആളും നിസ്കരിച്ചാൽ, അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഈ ദീനിന്റെ പ്രാധാന്യം കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ച തഹജ്ജുദ് നിസ്കാരത്തിന് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, മഗ്ഫിറത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോഴെങ്കിലും പോയില്ലെങ്കിൽ അവിടേക്ക് എത്തൂല എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ചെറിയ ഡിലേ ആയിട്ട് നമ്മൾ പരിപാടി തുടങ്ങാൻ എന്നോട് ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. നമ്മൾ നേരത്തെ എത്തിയിട്ടില്ലേ അല്ലേ?
ഞാൻ നേരത്തെ എത്തിന് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിന്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇരുട്ടിയിലുണ്ടായിരുന്നു 2006 കൂടിയാണ് നമ്മൾ പോയത്. ഏതായാലും ഇൻഷാ അല്ലാഹ് 10 വർഷത്തിന് ശേഷം നിങ്ങളെ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര മാറ്റങ്ങളൊക്കെ കാണാണ്ട് അൽഹംദുലില്ലാഹ്. ഇനിയും കേവലം ഒരു ഫിസിക്കൽ മാറ്റമല്ലാതെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു മാറ്റം കൂടി അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഒരു നല്ല അഭിവൃദ്ധിയും പുരോഗതിയും അല്ലാഹുവിലേക്ക് ചിന്തിച്ച് മടങ്ങുന്ന തൈബീങ്ങളായ നല്ല മനസ്സ് അക്ബർ സയ്യിദ് ഉസ്താദ് ഇവിടെ ഉണ്ട്. എന്നെക്കാൾ ഉജ്ജ്വല വലിയ കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ പ്രഭാഷണം ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഇനി എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം നിങ്ങളോട് വിടവാങ്ങുകയാണ്. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ ഉസ്താദുമാർക്കും പ്രത്യേകിച്ച് തൃശ്ശൂർ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സമസ്തയുടെ ആലിമ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. സമയപരിമിതി ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സമയപരിമിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലാവാം. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഒരുപാട് പേര് ദുആരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബക്കറ്റിന്റെ പിരിവ് ഞാൻ പറഞ്ഞല്ലോ അല്ലെ, കവർ കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു സംഭവം. നാളെ നിങ്ങൾ വരുമ്പോൾ നല്ല കനമുള്ള പൈസ ഇടണം. കനം എന്ന് പറഞ്ഞാല് നോട്ട് കനം ഉണ്ടാവില്ല, ഇതാക്കുക. ചില്ലറ കീൽക്കാക്കോട്ടയാണ്, അത് ഇടരുത്. ചില്ലറ ഇടുക, നല്ല പൈസ, ഒരു 100, 500, 1000 ഒക്കെ നല്ല പൈസ ഇട്ടിട്ട് വരിക. കാരണം ഇങ്ങനെ ഒരു ഇൽമിന്റെ മജ്ലിസ് നിങ്ങൾക്ക് വേണ്ടി അല്ലേ 2019 വരെ ഡേറ്റ് ആയിരിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് സംസാർ ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. കാരണം 2019 വരെ മൂപ്പർക്ക് ബുക്കിംഗ് കഴിഞ്ഞതാണ്. അപ്പോൾ അത്രയും തിരക്കുള്ള ഒരാൾ നിങ്ങളുടെ മഹല്ലത്തിലേക്ക് അടുത്ത കൊല്ലത്തേക്ക് ഡേറ്റ് തന്നിട്ടാണ് ഷുക്കൂർഖാനോട് ഡേറ്റ് കൊടുത്തിട്ടാണ് പോയത് അല്ലെ. അടുത്ത കൊല്ലം ഡേറ്റ് ഉണ്ടാവും. അതൊന്നും ആർക്കും തരലില്ല. നിങ്ങളോട് എന്തോ ഒരു മഹബത്ത് തോന്നിയിട്ടാണ്. അൽഹംദുലില്ലാ, റാഹത്താട്ടെ. അപ്പൊ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഇതിനേക്കാൾ വിപുലമായിട്ട് ഇവിടെ ഉണ്ടാവും. ഇത് വിപുലല്ല എന്നല്ല എൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വേണ്ട പോലെ മെനക്കെട്ടിട്ടുണ്ട്. പിന്നെ ജനറേറ്ററൊക്കെ പോയാലുള്ള സങ്കടം പിന്നെ അത് ഏതാനും ഇൻഷാ അല്ലാഹ് അതൊക്കെ ഹൈറാകും. അല്ലാഹു തആല അത് ഒരു വലിയ വിഷമം തന്നെയാണ്. എൻ്റെ വലിയ പൈസൻ്റെ മുതലൊക്കെ നഷ്ടമൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അത് അള്ളാഹുവിന്റെ വിധി അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിൽ വിഷമിക്കേണ്ടതില്ല. ദീനിന് വേണ്ടിയിട്ടാണല്ലോ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ആ പരിപാടി വിജയിപ്പിച്ചു കൊടുത്താൽ സംഘാടകർക്ക് ഇനി എന്തിനാ അപ്പൊ അതൊക്കെ നടത്തുന്ന ആൾക്കാർ തീരെ സഹകരിക്കുന്നില്ല എന്ന് തോന്നരുത്. മനസ്സിലല്ലേ? ഞാൻ എൻ്റെ ഒരു നാട് പോലെ പറയാൻ നിങ്ങളോട്, എല്ലാവരും കനമുള്ള നല്ല പൈസ എന്ന് പറഞ്ഞാൽ 1000, 500, 1000 മേലുള്ള പൈസ ഓരോരുത്തരും കണ്ട് കരുതിയാൽ ഒരു കടവില്ലാതെ ഈ പരിപാടി റാഹത്താവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഇതിനോട് വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട്? സഹചാരി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കണ്ണൂരിൻ്റെ റിപ്ലിക്കാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ സഹചാരി നമുക്കറിയാം ഒരുപാട് പേർക്ക് റിലീഫ് എത്തിക്കുന്ന ഒരു സംരംഭമാണ് SKSF-ന്റെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൂടി ഇതിൽ ഉദ്ദേശമുണ്ട്. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 ദിവസം മുമ്പ് മരണപ്പെട്ട നമ്മൾ ബഷീർ ഉസ്താദ് ഉംറയിലാണ്. അവരുടെ ഉമ്മല്ലേ ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയും ഖബർ ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ നാളെ ദുആ മജ്ലിസും വയൽ മുനീർ ഹുദവി ഉസ്താദ് അവറുകളാണ് എൻ്റെ പ്രിയ സുഹൃത്ത്. അതുപോലെ സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ, അൽ ഐദ്രൂസി മംഗലാപുരം തങ്ങൾ പാപ്പാൻ്റെ ദുആ മജ്ലിസ് ഉണ്ടാവും. പുത്തമ്പുര ഇസ്മായിൽ അവരെന്താ നമ്മുടെ പ്രവർത്തകന്റെ പിതാവാണ് പുത്തമ്പുര ഇസ്മായിൽ എന്ന് പറയുന്ന സഹോദരൻ. അല്ലാഹു തആല അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല പിന്നെ പലരും ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ ഒരു സ്ത്രീ ഒരു സ്വർണ്ണമോതിരം, 2 സ്ത്രീകൾ സ്വർണ്ണമോതിരം തന്നിട്ടുണ്ട്. സംഭാവന 101, ദുആ ചെയ്യാൻ 2 100കൾ, പ്രത്യേകം ദുആ ചെയ്യാനായി വേറെ ഒരു 100 രൂപ. അല്ലാഹു തആല ഈ തന്നിരിക്കുന്ന അവരുടെയൊക്കെ മനസ്സിൽ പല മുറാദുകളുണ്ടാവും, പല ഉദ്ദേശങ്ങളുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഉദ്ദേശങ്ങളൊക്കെ 12:05